ഞാൻ വഅദിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ തൊട്ടുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇന്ന് വഅദിന് കയറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വഅദിന് കയറിയത്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ ഉമ്മായ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ ഇന്ന് വഅദ് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, എനിക്ക് എൻ്റെ ഉമ്മാന് കൊടുക്കാൻ, എല്ലാവരും ഉമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല സമ്മാനം എനിക്ക് കൊടുക്കണം. എല്ലാവരും എൻ്റെ ഉമ്മച്ചിക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കൊടുക്കണമെന്ന ആഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് വഅദ് പറയാൻ കയറിയത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കണ എല്ലാവരും എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്, ഈ 3 കാര്യം മുപ്പയിൽ ഒഴിവാണ്. വേദിയിൽ ബഹുശരായ ബഹുദിനായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാരകരെ, വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ മഖാമിൽ കിടക്കുന്ന വലിയന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ, ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ഗുണപാഠങ്ങളും ഒരുപാട് മുന്നറിയിപ്പുകളും ഒരുപാട് താക്കീതുകളും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഈ മജ്ലിസിലിരിക്കുന്ന നിങ്ങളോട് ദുആ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താ? ആ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതാൻ പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന നിങ്ങളോട് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിലിരിക്കുന്ന അധികം മാതാപിതാക്കളും പറയുന്ന ഒരു വാചകം, ഉസ്താദേ, എൻ്റെ മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. പണമുണ്ടാകണമെന്നോ അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുള്ള ജീവിതം ഉണ്ടാകണമെന്നോ അതിനൊക്കെ അപ്പുറം മാതാപിതാക്കൾ ഉസ്താദന്മാരോടും തങ്ങന്മാരോടും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഉസ്താദേ, എൻ്റെ മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അമാനത്ത, അത് അല്ലാഹ് തന്നതാ. ആ മക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മക്കളെ കുറിച്ച് 2 ആയത്തുകൾ ഖുർആനിൽ കാണാം. രണ്ടും വ്യത്യസ്തമായ ആയത്തുകളാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കുറിച്ച് പറയുന്നത് 2 ആയത്തുകളാണ്. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മക്കളെന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരമാണ്, അതൊരു സൗഭാഗ്യമാണ്, അവർക്കൊരു പ്രകാശമാണ്, അവർക്കൊരു വെളിച്ചമാണ്, അവർക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അമൂല്യ നിധിയാണ് മക്കളെന്ന് ഖുർആൻ പറയുന്നു. ഈ സദസ്സിലിരിക്കുന്ന ചില മാതാപിതാക്കൾ ഞാൻ ഇന്ന കുട്ടിയുടെ വാപ്പയാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന കുട്ടിയുടെ ഉമ്മയാണ് ഞാൻ എന്ന് പറയാൻ മക്കളിലൂടെ അലങ്കാരവും അംഗീകാരവും കിട്ടുന്നവർ ഇന്ന കുട്ടിയുടെ വാപ്പയാണെന്ന് പറയുന്നത് അഭിമാനമായി കാണുന്നു, അത് വലിയ ഒരു അലങ്കാരമായി കാണുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ചില മാതാപിതാക്കൾ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അതേ ഖുർആൻ തന്നെ മക്കളെ കുറിച്ച് പറഞ്ഞ 2-ാമത്തെ ആയത്ത്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന.
ഖുർആൻ പറയുക, മക്കളെന്ന് പറഞ്ഞാൽ ചില മാതാപിതാക്കൾക്ക് വലിയ പരീക്ഷണമാണ്, അവർക്ക് നാശമാണ്, അവർക്ക് സങ്കടമാണ്. ആ മക്കള് കാരണം നാണക്കേടുണ്ടാകുന്നവർ, ആ മക്കള് കാരണം നരകത്തിൽ പോകുന്ന ഒരു വിഭാഗം ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളിൽ ചിലര് മക്കള് കൊണ്ട് സന്തോഷിക്കുന്നവരുണ്ട്, ചിലര് മക്കള് കാരണം സങ്കടപ്പെടുന്നവരുണ്ട്. അള്ളാഹുവിനോട് തന്നെ ചോദിക്കുന്നു, പടച്ചോനെ എന്തിനാ അല്ലാഹ് ഇങ്ങനെ ഒരുത്തിനെ എനിക്ക് തന്നു? എത്രയോ പേര് മരിച്ചു പോകുന്നു, എത്രയോ പേർക്ക് എന്തെല്ലാം സംഭവിക്കുന്നു, ഇവൻ എന്തേ അല്ലാഹ് ഇങ്ങനെ ഒന്നും പറ്റാത്ത? അപ്പൊ മക്കള് കാരണം സങ്കടപ്പെടുന്നവരുണ്ട്. അപ്പൊ ഉസ്താദന്മാരെ കാണുമ്പോൾ എല്ലാവരും പറയും, ഉസ്താദെ മക്കള് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മക്കൾ ഇങ്ങനെ തലതിരിഞ്ഞു പോകാനുള്ള കാരണം എന്താ? അതാ മനസ്സിലാക്കണ്ടേ. കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കുട്ടികളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനെയാകാൻ നമ്മളും കാരണക്കാരാ. ഒരു വാപ്പ വാപ്പയായാൽ, ഒരു ഉമ്മ ഉമ്മയായാൽ ഒരിക്കലും തന്റെ മക്കള് തലതിരിഞ്ഞു പോകില്ല. വാപ്പ വാപ്പയാകണം, ഉമ്മ ഉമ്മയാകണം. എങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പറയാത്തതൊന്നുമില്ല, അള്ളാന്റെ ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു തരാത്ത ഒരു കാര്യവുമില്ല. എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ ഖുർആൻ 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ ഒരിക്കലെങ്കിലും ഒന്ന് ഓതി നോക്കടോ. അള്ളാഹു ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തന്നെ ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തന്നെ ഒരു ചരിത്രം പറഞ്ഞിട്ട് പറയുന്നു, അഹ്സനുൽ ഖസസു, ഏറ്റവും മനോഹരമായ ചരിത്രം, ഏറ്റവും മനോഹരമായ ചരിത്രം എന്ന് അള്ളാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ചരിത്രം ആരുടെ ചരിത്രമാണെന്നറിയോ? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുകയാ. ആ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു തന്നെ പറയുന്നു, ഏറ്റവും മനോഹരമായ ചരിത്രം, ഏറ്റവും മനോഹരമായ ചരിത്രം ആരുടെ ചരിത്രമാണെന്നറിയോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. യാക്കൂബ് എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. 2, 3, 4 മക്കളുണ്ടായിട്ട് ആ മക്കളെ പോലും നേരെയാക്കാൻ കഴിയാതെ മക്കളെ കാരണം സങ്കടപ്പെടുന്ന മാതാപിതാക്കളോട് ഈ യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന് 12 മക്കളെയാണ് അല്ലാഹു കൊടുത്തത്. 1ഉം 2ഉം മക്കളെയല്ല, 12 മക്കളെ വളർത്തിയ പിതാവാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുന്നു, ഏറ്റവും മനോഹരമായ ചരിത്രമാണ്. യാക്കൂബ് നബിയെ കുറിച്ച് പഠിക്കണമടോ. ആരാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം? ആ യാക്കൂബ് നബിയുടെ ക്വാളിറ്റി എന്താണെന്ന് പഠിക്കണം. പടച്ചവനെ, അതാ പ്രവാചക പാരമ്പര്യമുള്ള പ്രവാചകനാ. യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ പരമ്പരകളും അധികവും പ്രവാചകന്മാരാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. പടച്ചവനെ, അവിടെ നിന്ന് ചരിത്രം എടുക്കൂ. യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുകളിലേക്കുള്ള പരമ്പരകളെ തെരഞ്ഞാൽ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി. പടച്ചവനെ, അതാ അവിടെ നിങ്ങനെ പരമ്പര തെരഞ്ഞു നോക്കിയാൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. പടച്ചവൻ അവിടെ നിങ്ങനെ പരമ്പരകൾ കടന്നു വരികയാണ്. മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, ആ പ്രവാചക പരമ്പരകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ആ പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുസ്ലിമീങ്ങളോട് എങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്,
എങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്? ഒരു പിതാവെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഒരു പിതാവിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം? അള്ളാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബിയുടെ ചരിത്രം അള്ളാഹു പറഞ്ഞു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് 12 മക്കളെ വളർത്തിയ പ്രവാചകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ജീവിത ചരിത്രമൊന്ന് വായിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമൊന്ന് വായിച്ചു നോക്കൂ. അതിനകത്തു നിന്ന് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ടോ. ഒരു വാപ്പ എങ്ങനെയാണോ മക്കളോട് പെരുമാറേണ്ടത്? ഒരു വാപ്പ എങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്? ഒരു ഉമ്മ എങ്ങനെയാണ് തന്റെ മക്കളോട് പെരുമാറേണ്ടത്? ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കാം. എങ്ങനെയാണ് മക്കളെ വളർത്തിയതെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠമെന്താ? തന്റെ പ്രിയപ്പെട്ട മക്കളെ യാക്കൂബ് നബി അലൈഹിസ്സലാം എപ്പോഴും അവിടുന്ന് ഉപദേശിക്കുമായിരുന്നു. പഠിച്ചവനെ എപ്പോഴും എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉപദേശിക്കുമായിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഒന്നാമത്തെ ഉപദേശമെന്താ? യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകൻ തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ വാചകം എന്തെന്നറിയോ? ഒരു വാപ്പ തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകം തന്റെ മന്നാര മക്കളോട് പറയുകയാണ്, മക്കളെ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതല്ല, നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല, തോന്നിമാസം കാണിക്കാനുള്ളതല്ല. ഈ ജീവിതം അല്ലാഹു തന്നതാണ്. നിന്റെ യജമാനൻ അല്ലാഹുവാണ്. നീ ആ അല്ലാഹുവിന്റെ അടിമയാണ്. നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ. വാപ്പതന്റെ മക്കൾക്ക് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം ദീൻ മുറുകെ പിടിക്കാനാണ്. ദീൻ മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ. ആദർശം ഉണ്ടാകണം. ആദർശം മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമതാ. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുമാത്രമല്ല, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മരണം അടുത്തു വന്നപ്പോ, മരിക്കാ സമയമായപ്പോ, ആ സമയത്തും 12 മക്കളെയും അടുത്ത് വിളിക്കുകയാണ്. തന്റെ 12 മക്കളെയും അടുത്ത് വിളിച്ചിട്ട്, അമ്കുന്തും ശുഹദാ ഇദ് ഹളറ യഅകൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദീ. ജീവിച്ചിരുന്ന കാലത്ത് തന്റെ മക്കൾക്ക് അള്ളാന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു, ആദർശം പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് മരിക്കാ സമയമായപ്പോ തന്റെ മക്കളെ അടുത്ത് വിളിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മക്കളെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് യാക്കൂബ് നബി ചോദിക്കുന്നു, മക്കളെ, എന്റെ മരണം അടുത്തിരിക്കുകയാണ്. വാപ്പ മരിക്കാൻ പോവുകയാണ്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നുമക്കൾ ആരെയാണ് ആരാധിക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. യാക്കൂബ് നബി ചോദിക്കുന്നു, ഖാലൽ തന്റെ മക്കളോട് ചോദിക്കുകയാ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? വാപ്പ മക്കളോട് ചോദ്യം ചോദിക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുകയാണ്. വാപ്പ മരിച്ചാ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? യാക്കൂബ് നബിയുടെ മക്കൾ പറയുകയാ, ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്
വാപ്പാ നമ്മുടെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ആ പാരമ്പര്യമായി നമ്മുടെ കയ്യിലേക്ക് വന്ന പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ആ ആദർശമുണ്ടല്ലോ, ആ പടച്ച റബ്ബിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വാപ്പയുടെ മരണശേഷവും ഞങ്ങൾ അതേ റബ്ബിനെ തന്നെയാണ് ആരാധിക്കുന്നത്. ആ ആദർശമാണ് മുറുകെ പിടിക്കുന്നത്, ആ ദീനാണ് മുറുകെ പിടിക്കുന്നത് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾ പറഞ്ഞപ്പോ ആ മക്കളുടെ മറുപടി കേട്ടിട്ടാണ് യാക്കൂബ് നബി പുഞ്ചിരിക്കുന്ന മുഖത്തോട് ലോകത്തോട് വിട പറഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് ആരാ ആദർശം പഠിപ്പിച്ചു കൊടുക്കുന്നത്? ആരാ തന്റെ മക്കൾക്ക് അതാ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഏത് വാപ്പയാ ഉള്ളത്? ദീൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നിനക്ക് ദീനിനെ കുറിച്ച് അറിയണമല്ലോ, നിനക്ക് ആദർശത്തെ കുറിച്ച് അറിയണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദർശമെന്ന് പറയുന്നത് അത് അമാനത്താണ്, അത് അമാനത്താണ്. നീ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല, അത് നിന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് നിന്റെ കടമയാ. ആദർശമെന്ന് പറയുന്നത് അമാനത്താ. 1500 കൊല്ലം മുമ്പ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ അവസാന പ്രഭാഷണത്തിൽ നബി തങ്ങൾ പറഞ്ഞല്ലോ, ബല്ലിഗ് അന്നീ വലൗ ആയാ. നബി തങ്ങൾ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഉള്ളവർ ഈ ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറ് അവരുടെ ഒട്ടകങ്ങളെ കുതിരകളും ഏതു ഭാഗത്തേക്ക് നിന്നോ ആ ഭാഗത്തേക്ക് അവർ പ്രബോധനവുമായി കടന്നു ചെന്നോ. പരമ്പരകൾ കൈമാറി നിന്റെ കയ്യിലേക്ക് ആദർശം വന്നിരിക്കുകയാണ്. ഇത് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഇത് നിന്റെ കുടുംബത്തിന് പകർന്നു കൊടുക്കണം, ഇത് നിന്റെ കടമയാണ് പെങ്ങളെ, ഇത് നിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പഠിക്കണമടോ, ആദർശം പഠിക്കണമടോ. കേവലം മുസ്ലിമായ പോരാ, ആദർശമുള്ള മുസ്ലിമായി മാറണം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നറിയോ? മഹാരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമാകും, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. ആ 73-ൽ 72 വിഭാഗം നരകത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, വാപ്പ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് മക്കളെ ഉപദേശിക്കും. ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എന്താ, ആദർശം എന്താ പറഞ്ഞു കൊടുക്കും. ഈ ഇരിക്കുന്നതിൽ ഏത് വാപ്പയാ തന്റെ മക്കൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കുന്നത്? അതിന് വാപ്പായ്ക്ക് അറിയണ്ടേ? എടാ, വീടിന്റെ അകത്ത് വാപ്പയും മക്കളും തമ്മിലുള്ള അവസ്ഥ, നിന്റെ വീടിന്റെ അകത്ത് പോലും പടച്ചവനെ വാപ്പയ്ക്കൊരാദർശം, ഉമ്മയ്ക്കൊരാദർശം, മക്കൾക്കൊരാദർശം. ഒരു വിഷയം വന്ന വീടിന്റെ അകത്ത് പോലും തല്ല. അത് റമദാനെ തറാവീഹിന്റെ വിഷയമാണെങ്കിലും, മൂന്നാം പാത്തിയാണെങ്കിലും, മരിച്ചാലാണെങ്കിലും, ഇനി റജബ് വന്നാലും ബറാഅത്ത് രാവ് വന്നാലും, ഏത് രാവ് വരുമ്പോഴും വീടിന്റെ അകത്ത് പോലും തർക്കമാ. നബിദിനം വരുമ്പോ, ഓരോ വിഷയങ്ങൾ വരുമ്പോ സ്വന്തം വീടിന്റെ അകത്ത് പോലും ഒത്തൊരുമയില്ല. എടാ, നമ്മൾ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണം, അത് അമാനത്താത്. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം, നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, എന്റെ സമുദായം 73 വിഭാഗമാകും. ഈ മുസ്ലിം സമുദായം 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തിൽ 72 എണ്ണവും നരകത്തിലാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 73 വിഭാഗത്തിൽ 72 നരകത്തില്. ഒരൊറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ. ഒരേ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ. ഈ ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചാ ഈ 73 വിഭാഗം പറയും ഞങ്ങളാണെന്ന്. ഈ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചാ എല്ലാരും പറയും ഒരു ദിവസം 2 വഖത്ത് നമസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്നവനും പറയും ഞങ്ങളാ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം, ബാക്കി എല്ലാവരും നരകത്തിലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹാന്മാരെ കുറ്റം പറയുന്നവരൊക്കെ മരിച്ചുപോയി. നബിതങ്ങളെ പോലും നിസ്സാരമായി പറയുന്നവർ, ഇങ്ങനെയുള്ളവർ എല്ലാവരും പറയുന്നത് ഞങ്ങളാ, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാ. എന്റെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ പഠിക്കണം, വഴിതെറ്റിപ്പോകാ. കാരണം ഇന്ന് ദീൻ പഠിക്കുന്നത് ഏതെങ്കിലും പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് കേട്ടട്ടാ. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതെങ്കിലും മലയാള പുസ്തകം വാങ്ങിച്ചിട്ട് അള്ളാന്റെ ദീൻ പഠിക്കുന്ന, അങ്ങനെയല്ല ദീൻ പഠിക്കേണ്ടത്. ആദർശം പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്.
എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ? എന്താ ഈ ദീൻ? എങ്ങനെ വന്നതാ? അത് പകർന്നു കൊടുക്ക്. അല്ലെങ്കിൽ മക്കൾ വഴിതെറ്റിപ്പോകും. വാപ്പ ഇങ്ങനെ നടന്നാ പോരാ. ഉറൂസുകൾ കടന്നു വരുന്നു. ഓരോ വർഷവും നിങ്ങൾ ഉറൂസുകൾ കൂടി അൽഹംദുലില്ലാ ഒരുപാട് ദിവസം വഅദ് വെച്ച് അവസാന ദിവസം ഭക്ഷണമൊക്കെ ഇല്ലേപ്പാ അവസാന ദിവസം പടച്ചവനെ ചെമ്പ് കണക്കിന് ബിരിയാണിയൊക്കെ വെച്ച് ഇങ്ങനെ പിരിയാനുള്ളതല്ല ഉറൂസ്. അത് മാത്രമല്ല ഉറൂസ്. ഈ ഉറൂസ് എന്ന് പറയുമ്പോൾ ഈ മഹാന്മാരാരാണെന്ന് കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അതാ ഉറൂസ്. നിങ്ങളുടെയൊക്കെ കാലം കഴിയുമ്പോഴും ഈ ഉറൂസൊക്കെ നടത്തണ്ടേ? ഈ പ്രായമുള്ളവരൊക്കെ മരിച്ചുപോയി. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവരാരാണെന്നറിഞ്ഞാലല്ലേ ഉറൂസ് നടത്താൻ പറ്റൂ. ഇന്നത്തെ തലമുറകൾ കേരളത്തിൽ എത്രയോ നേർച്ചകൾ നടക്കുന്നു. പള്ളികളിൽ ഈ എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുപോകുന്നുണ്ട്. കേരളത്തിൽ എത്രയോ ഉറൂസുകളിൽ എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുപോകുന്നുണ്ട്. എഴുന്നള്ളത്തിന് ആനയ്ക്ക് മതവിളവിയിട്ട് ചവിട്ടി കൊന്നവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അതും അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയല്ലേ. അതിന് സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട്. ഓരോ പേക്കൂത്തുകൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ഉറൂസുകളും അള്ളാഹുവിന്റെ വലിയകൾ ആരാണെന്ന് ഈ നാട്ടിലെ 10 മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഉറൂസാകൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കാലശേഷം കഴിയുമ്പോൾ ഇതൊക്കെ കഴിയും. ഇന്ന് കുട്ടികളൊക്കെ ഇത് നിസ്സാരമാക്കുന്നു. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചോദിക്കുന്നു, ഉസ്താദ് ഇതെല്ലാം പറയുന്നത് താടിയും തഴമ്പുള്ളവരല്ലേ? ശരിയാ. ഇതിന്റെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത് ജാഹിലീങ്ങളൊന്നുമല്ല, ആലിമീങ്ങളാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ 72 വിഭാഗത്തിന്റെയും തലപ്പത്തിരിക്കുന്നത് താടി ഇത്രയുണ്ട്, തഴമ്പുണ്ട്, കയ്യിൽ തസ്മയുണ്ട്, പച്ച ഷാളുണ്ട്. ഉസ്താദന്മാര് തന്നെയല്ല ഇത് പറഞ്ഞു തരുന്നേ എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ എല്ലാ ഉസ്താദന്മാരെയും കൂട്ടക്കൂടാൻ പാടില്ല. എല്ലാത്തിനെയും കൂട്ടക്കൂട്ടരുത്. കോലം കണ്ടിട്ടൊന്നും പരിഗണിക്കരുത്. വസ്ത്രം നോക്കിക്കെട്ടല്ല പരിഗണിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങൾ എന്തോ ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കണം. ആരാ ഏറ്റവും നല്ല മനുഷ്യൻ? പച്ച മലയാളത്തിൽ പറ ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? ഉസ്താദന്മാര്. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും തലതിരിഞ്ഞവനാരാ? പറ ആരാ? കള്ളുകുടിക്കനൊന്നുമല്ല, അത് ഉസ്താദന്മാരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവൻ ഉസ്താദ, ഏറ്റവും മോശമായവൻ ഉസ്താദ. അത് എത്ര വ്യക്തമാ. ഇന്ന് സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കിയാൽ മതി, പച്ച തെറി വിളിക്കണ ആൾക്കാരെയും കാണാം. ആര്? തൊപ്പിയും തലപ്പയും താടിയും തഴമ്പുള്ളവൻ. മൈക്ക് കെട്ടിയിട്ട് പരസ്യമായിട്ട് അള്ളാന്റെ ദീൻ പറയേണ്ടവര് തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. ആ ദീൻ എങ്ങനെയാ വഴിതെറ്റിപ്പോകും നമ്മൾ. അതുകൊണ്ട് ആ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇന്ന് പബ്ലിസിറ്റിയുടെ കാലവാ. ഇന്നെല്ലാം പെണ്ണുങ്ങളൊക്കെ നേരം വെളുത്ത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പാസ് പോക്കറ്റ് ഇരിക്കണ പോലെ അല്ല. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഓൺലൈൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദുആ, ദിക്ർ, നിസ്കാരം. എന്താ പെങ്ങളെ കാണിക്കണേ? നീ സ്വർഗത്തിൽ പോകുന്നു. നീ ഈ കേൾക്കണ അമലുകൾ ചെയ്യാനെങ്കിലും നിനക്ക് സമയമുണ്ടോ? ഓരോ ദിവസവും ഉസ്താദന്മാരുടെ ദുആയും ദിക്റും സ്വലാത്തും മജ്‌ലിസും. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിനക്ക് നിന്റെ ഭർത്താവിനെ നോക്കണ്ടേ? നിന്റെ മക്കളെ നോക്കണ്ടേ? അവരോട് നിനക്ക് കടമയില്ലേ? നിനക്ക് ഇബാദത്ത് ചെയ്യണ്ടേ? എപ്പോഴിങ്ങനെ ദിക്റും ദുആയും ഓൺലൈനും മൊബൈലും പിടിച്ചോണ്ടിരുന്നാ മതിയോ? ഇന്ന് ഇങ്ങനെ പബ്ലിസിറ്റിയുടെ കാലവാ. അവിടെ ഒരാളുണ്ട്, ചുട്ട കോഴിയെ പറപ്പിക്കും. ഇത് പറയാൻ വേണ്ടി ആളെ തന്നെ നിർത്തിയിരിക്കാം. അവിടെ ഒരു ശൈഖുണ്ടെന്ന്. പെണ്ണുങ്ങൾ അതിനു വേണ്ടി തയ്യാറായിരിക്കുക. അവിടെ വലിയൊരു മഹാനുണ്ട്, വലിയൊരു ശൈഖ്. മഹാൻ ആരാന്നറിയോ നിനക്ക്? ഞാൻ ഉസ്താദന്മാരെ കുറിച്ച് തന്നെയാ പറയുന്നത്. അള്ളാഹു ഞങ്ങളെയൊക്കെ കാക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ. നിങ്ങൾക്കറിയോ ഉസ്താദന്മാരാരാണെന്ന്? കട ഉദ്ഘാടനം ചെയ്യാൻ ഉസ്താദിനെ വിളിക്കും, വീട് പാല് കാച്ചാൻ ഉസ്താദിനെ വിളിക്കും, ഏത് കാര്യം ഉദ്ഘാടനം ചെയ്യാനും ഉസ്താദന്മാരെയാ വിളിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നരകം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ആലിമിന്റെ ശരീരം വെച്ചിട്ടാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉസ്താദിന്റെ ശരീരം വെച്ചിട്ടാ. അതുകൊണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞ വലിയെന്ന് പറഞ്ഞ ആരാ മഹാനെന്നറിയോ നിനക്ക്?
മഹാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ഒരു മഹാൻ എന്ന് പറഞ്ഞാൽ ആ മഹാനിന്റെ ക്വാളിറ്റി നീ അറിയണം. അങ്ങനെ മഹാന്മാരാകുന്നത്. അല്ലാതെ പറന്ന കോഴിയെ പറത്തുന്ന ആളാ, ചത്ത കോഴിയെ പറപ്പിക്കുന്ന ആളാന്ന് പറഞ്ഞ് നടക്കലല്ല മഹാൻ. മഹാൻ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു കൊടുത്തിരിക്കുന്ന കറാമത്തുകൾ മറ്റുള്ളവര് അറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. മറ്റുള്ളവർ അറിയുന്നത് അവരിഷ്ടപ്പെടുന്നില്ലടോ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന്റെ കാലത്ത് മഴയില്ല. സ്വഹാബത്തിന്റെ കാലത്തും മഴയില്ലാതെ എല്ലാവരും മഴയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ദുആ ചെയ്തു. സഹാബത്ത്, നബിതങ്ങളുടെ സഹാബത്തുണ്ട്, അങ്ങനെ മഴ പെയ്യുന്നതിന് വേണ്ടി ദുആ ചെയ്തു. മഴ പെയ്തില്ല. അന്ന് രാത്രിയിൽ ഒരു ആള് പള്ളിക്കകത്ത് കിടക്കുകയാണ്. ഒരാളിങ്ങനെ പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോ മുടിയൊക്കെ ജടപിടിച്ച കറുത്ത ഒരു മനുഷ്യൻ നേരെ പള്ളിക്കകത്ത് കയറി വന്നു. മുടിയൊക്കെ ജടപിടിച്ച് കാണാനൊന്നും സൗന്ദര്യമില്ലാത്ത ഒരടിമയെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നു. 2 റക്അത്ത് നിസ്കരിച്ചു. അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരെങ്കിലും പള്ളിക്കകത്തുണ്ടോ? അപ്പൊ ഒരാൾ കിടക്കുന്നുണ്ട്. ഓൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു. കുറെ നേരം മിണ്ടാതെ ഇരുന്ന് ഉറങ്ങട്ടെ. അവസാനം ഇയാൾക്ക് മനസ്സിലായി ആ പള്ളിക്കകത്ത് കിടക്കുന്ന ആള് ഉറങ്ങി. സത്യത്തിൽ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങുന്നത് പോലെ കിടന്നു. അദ്ദേഹം ഉറങ്ങി എന്ന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ 1ാമത്തെ സഫിൽ ഇരുന്നിട്ട് 2 കൈയും ഉയർത്തിയിട്ട് അള്ളാനോട് പറയുന്നു, പടച്ചോനെ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് മഴ പെയ്തിരിക്കണം. അദ്ദേഹം അള്ളാനോട് പറയാ, പടച്ചവനെ, ഈ ദുആ ചെയ്ത് തീരുന്നതിന് മുമ്പ് നീ മഴ തന്നിരിക്കണം. ഈ കിടക്കണ ചങ്ങാതി കിടന്ന് ചിരിക്കുക. ഇന്ന് പകല് സഹാബത്തും നാട്ടുകാരും മുഴുവനും സർവ്വ മുസ്ലിമീങ്ങൾ മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ദുആ ചെയ്തിട്ട് മഴ പെയ്തിട്ടില്ല. ഇവൻ ആരടാ? പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് അള്ളാനോട് പറയാ, ഇവിടുന്ന് ദുആ ചെയ്ത് എഴുന്നേക്കുന്നതിന് മുമ്പ് മഴ പെയ്തിരിക്കണം. ഇയാൾക്ക് ചിരി വന്നു. നമുക്കാണെങ്കിലും ചിരി വരും. അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുന്നതോ ഇത് കേട്ടിട്ട് ഈ പള്ളിക്കകത്ത് കിടക്കുന്ന മനുഷ്യന് ചിരി വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്ന മനുഷ്യൻ പറയാ, അദ്ദേഹം ദുആ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് മഴ പെയ്തു. അല്ലാഹുവേ, വല്ലാത്ത അത്ഭുതം. അദ്ദേഹം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇബാദത്തിലേക്ക് കടന്നു. നേരം വെളുത്തു, സുബഹി നമസ്കാരം കഴിഞ്ഞു. ഇദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഈ കിടന്നുറങ്ങിയ ചങ്ങാതി പുറകിൽ ഇങ്ങനെ പോയി. ഇവൻ ആരാന്നറിയണമല്ലോ. ഇങ്ങനെ നടന്ന് അവസാനം അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ ഈ ചങ്ങാതി വിളിച്ച്, ഏയ്, നിങ്ങൾ ആരാ? നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ ദുആ ചെയ്തപ്പോഴാ മഴ പെയ്ത്. ഈ നാട്ടുകാർ മുഴുവനും ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. നിങ്ങൾ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു, ഞാൻ കണ്ടു. നിങ്ങൾ ദുആ ചെയ്തപ്പോ മഴ പെയ്തു. നിങ്ങൾ ആരാ? അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങോട്ട് മാറി. പോടാന്ന് പറഞ്ഞ് കല്ല് പറക്കി എറിഞ്ഞു. ഓടാന്ന് പറഞ്ഞ് ഞാനങ്ങല്ല. അദ്ദേഹം കല്ല് പറക്കി എറിഞ്ഞു ഓടി വീടിന്റെ അകത്ത് കയറി വാതിലടച്ചു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസമായി ഇദ്ദേഹത്തെ പള്ളിയിൽ കാണാതെ വന്നപ്പോ ഈ തെരഞ്ഞി മനുഷ്യൻ ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ വീട് പൂട്ടിയിട്ടിരിക്കുന്നു, ആളെ കാണാനില്ല. അയൽവാസിയായ മനുഷ്യനോട് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ അന്ന് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഈ നാട് തന്നെ വിട്ടുപോയി. അദ്ദേഹം എവിടെ പോയെന്ന് അറിയില്ല. നിങ്ങൾ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ വലിയകൾ അവർ മറ്റുള്ളവരെ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ദുനിയാവിനൊരു നേട്ടവുമില്ല. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് പൈസ കൊടുത്ത് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി ആളെ നിർത്തിയിരിക്കുന്ന കാലം. മഹാന എന്ന് പറയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദർശം പഠിക്കണം, ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73-ൽ 72 നരകത്തിലാണ്. ഒരേ ഒരു വിഭാഗമേ സ്വർഗത്തിൽ പോകൂ. അവരാരാണെന്ന് സംശയം വേണ്ട. പെങ്ങളെ, ഒരിക്കലും സംശയം വേണ്ട. അവരാരാണെന്നറിയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ, സ്വഹാബത്തോ, താബീങ്ങളോ, തബഉ താബീങ്ങളോ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, പടച്ചവനെ ആ പരമ്പരകൾ കൈമാറി ആ വന്നിരിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിച്ചു ജീവിക്കുന്നവർ, അവർക്കാണോ സുന്നികൾ എന്ന് പറയുന്നത്. അവരെയാണ് സുന്നികൾ എന്ന് വിളിക്കുന്നത്. ആ ആദർശം പടച്ചവനെ മുറുകെ പിടിച്ചു ജീവിക്കുന്നവർ, ഇന്ന് വരെ പറഞ്ഞ
ആദർശത്തിൽ ഇന്ന് വരെ ഒരു മാറ്റം വരുത്താൻ, ഒരു കാര്യം പറഞ്ഞാൽ ഇന്ന് വരെ ഇത് മാറ്റി പറയേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. ആരൊക്കെ നോക്കിയാലും അത് മാറ്റുകയുമില്ല. ഖിയാമത്ത് നാൾ വരെയും അങ്ങനെയാണ്. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആദർശം, ആ പരമ്പരയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പിൻപറ്റേണ്ടത്. ആ പാരമ്പര്യമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അവര് മാത്രമാണ് നാളെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അല്ലാതെ അവിടെയും ഇവിടെയും പച്ചമലയാളം വായിച്ച് ഏതെങ്കിലും പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് കേട്ടിട്ട് പടച്ചവനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പറയുന്നവരല്ല. അവൻ എന്തിനും ചോദ്യമാണ്, അവൻ ഏത് കാര്യത്തിനും ചോദ്യമാണ്. പടച്ചവനെ അതാ ഉസ്താദേ, പല മാതാപിതാക്കളും പറയുന്ന സങ്കടം എന്തെന്നറിയോ? ഉസ്താദേ, ഇവന് സുന്നിയായിരുന്നു, 2 കൊല്ലം സൗദി അറേബ്യയിൽ പോയിട്ട് വന്നപ്പോൾ അവന്റെ സ്വഭാവം മാറി ഉസ്താദ്. മോശമായ കൂട്ടുകെട്ടുകളിൽ പല പ്രഭാഷണങ്ങളും കേട്ടിട്ട് ഇവനെ സംശയമാണ്, വഴിതെറ്റിപ്പോയി ഉസ്താദ്. മക്കള് കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. പടച്ചവനെ അല്ലാഹുവേ, ആദർശം മാറിപ്പോയതിന്റെ പേരില് സങ്കടപ്പെടുന്ന ഉമ്മ. എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? വാപ്പാ എന്തിനാ സങ്കടപ്പെടുന്നത്? പടച്ചവനെ, നിന്റെ രക്തത്തിൽ പിറന്നു എന്നതിന്റെ പേരിൽ മാത്രം മക്കളാകണമെന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ. 980 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ മഹാനായ ശൈഖുൽ അംബിയാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. റബ്ബേ, നൂഹ് നബി അലൈഹിസ്സലാം തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായപ്പോ, അല്ലാഹുവിന്റെ അദാബ് വന്നപ്പോ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരും അതാ കപ്പലിനകത്ത് കയറിയിട്ട് രക്ഷപ്പെടാൻ പോകുമ്പോ, നൂഹ് നബിയുടെ പൊന്നാര മകനെ പടച്ചവനെ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ അവിടെ കടന്നു മുങ്ങുകയാണ്, മുങ്ങിച്ചാകാൻ പോവുകയാണ്. ആ സമയത്ത് നൂഹ് നബി വിളിക്കുന്നു, വനാദാ നൂഹുൻ റബ്ബഹു. പടച്ചവരെ, തന്റെ പൊന്നാര മകന് വെള്ളത്തിന്റെ അകത്ത് കടന്ന് മുങ്ങിച്ചാകാൻ പോകുമ്പോ നൂഹ് നബി വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, ഇത് അല്ലാഹുവിന്റെ അദാബാടാ, ഇത് അല്ലാഹുവിന്റെ അദാബാ. രക്ഷപ്പെടണമെങ്കിൽ എന്റെ ആദർശം മുറുകെ പിടിച്ച് അല്ലാഹുവേ ഈ കപ്പലിനകത്ത് കേറടാ പൊന്നുമോനെ, ഇല്ലെങ്കിൽ നീ മരിച്ചു പോകുമെന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുന്ന പൊന്നാര മകനോട് പറയുമ്പോ മോനവിടെന്ന് പറഞ്ഞ മറുപടി, വാപ്പാ, ഉപ്പാട് ആദർശവുമായി പൊക്കോ. വെള്ളമുണ്ടായാൽ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും വാപ്പാ. വാപ്പാടെ പണി നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് പൊന്നാര മകൻ പറയുമ്പോ കണ്ണിന്റെ മുമ്പിൽ കിടന്നിട്ട് പൊന്നാര മകനിങ്ങനെ മുങ്ങുകയാണ്, വെള്ളത്തിൽ കിടന്ന് ചാകാൻ പോവുകയാണ്. ഈ സമയത്ത് നൂഹ് നബിക്ക് സങ്കടമായി. സ്വന്തം രക്തത്തിൽ പിറന്ന മകനാണല്ലോ. നൂഹ് നബി അല്ലാഹുവോട് ചോദിക്കുന്നു, വനാദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്നി ബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ്. അല്ലാഹുവേ, നീ എനിക്കൊരു കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കുടുംബത്തെ നീ സംരക്ഷിക്കുമെന്ന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ പടച്ചവന്. ഈ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാകുന്നത് എന്റെ കുടുംബമാണ് പടച്ചവര്, എന്റെ മോനാണ് പടച്ചവര്. സങ്കടപ്പെട്ടുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി കേൾക്കണോ വാപ്പാ? അല്ലാഹു പറഞ്ഞ മറുപടി കേൾക്കണോ ഉമ്മ? അല്ലാഹു പറയുന്നു, ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക.
നൂഹേ, അവൻ നിന്റെ കുടുംബമല്ല നൂഹേ. യഥാർത്ഥത്തിൽ നൂഹ് നബിയുടെ മകൻ തന്നെയാണ്. എന്നിട്ടും അല്ലാഹു പറഞ്ഞു അവന് കുടുംബമല്ലെന്ന്. കാരണം ആദർശം വേറെയായി പോയി, വിശ്വാസം വേറെയായി പോയി. അതുകൊണ്ട് പടച്ചവനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ മക്കള് കാരണം സങ്കടപ്പെടല്ലേ ഉമ്മ. നീ പഠിപ്പിച്ചു കൊടുത്തിട്ട് തലതിരിഞ്ഞു പോയതല്ലോ, പഠിപ്പിക്കാതെ തലതിരിഞ്ഞതല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ വളർന്നു വരുന്ന യുവതലമുറയെ വഴിപിടപ്പിക്കാൻ ഒരുപാട് സമൂഹം ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ നേരായ പാതയിലേക്ക് കൊണ്ടുപോകണേ. അവർക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണേ, അവർക്ക് ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ പാഠം അതായിരുന്നു. അതുകൊണ്ട് ദീൻ പഠിപ്പിച്ചു കൊടുക്കൂ, അല്ലാഹു ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. അതാ യാക്കൂബ് നബി പഠിപ്പിച്ച രണ്ടാമത്തെ ഉപദേശം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയോ? 12 മക്കളുണ്ട് പെങ്ങള്. 11ാമത്തെ മകനാണ് യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമോര്. 11ാമത്തെ മകനാണ് യൂസുഫ്. ആ യൂസുഫ് ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് വാപ്പയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ഒരുപാട് തിരക്ക് പിടിച്ച പ്രവാചകനാണ്. ആ 11ാമത്തെ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഒരു ദിവസം വാപ്പാടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പിതാവായ യാക്കൂബിന്റെ അടുക്കൽ വന്ന് പറയുന്നത് അന്താരാഷ്ട്ര കാര്യമല്ല പെങ്ങള്. വാപ്പയ്ക്ക് വല്ലാത്ത തിരക്കാ സഹോദരാ. 12 മക്കളുടെ വാപ്പയാണ്. ഒരു സമുദായത്തിന്റെ കാര്യം അറിയണമല്ലോ. ഒരുപാട് തിരക്ക് പിടിച്ച പ്രവാചകനാണ്. ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന് യൂസുഫ് എന്ന് പറയുന്ന മകന് പറയുന്ന കാര്യം കേൾക്കാൻ സമയമുണ്ടായിരുന്നു. വാപ്പ തന്റെ പൊന്നാര മകനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മോനെ, എന്റെ മോൻ കണ്ട സ്വപ്നം എന്താ? എന്റെ മോൻ കണ്ട സ്വപ്നം എന്താണ്? യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാ, ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. തന്റെ പൊന്നാര മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, യാക്കൂബ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ വിഷയങ്ങൾ കേൾക്കാനുള്ള സമയമുണ്ടാകണം, മനസ്സുണ്ടാകണം. ഏത് വാപ്പയ്ക്കാടോ മക്കളുടെ ഏറ്റവും വലിയ പരാതി എന്താണ്? ഉപ്പ എന്നോട് മിണ്ടാറില്ല, ഉപ്പ എന്നോട് സംസാരിക്കാറില്ല. മക്കളുടെ മനസ്സിന്റെ വിഷമം എന്താണെന്നറിയണം ബാപ്പാ. അത് നിന്റെ പൊന്നാര മകനല്ലോ. അവന് പറയാനുള്ളത് കേൾക്ക്. അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്നറിയൂ. നീ സമയം കണ്ടെത്തണം, നീ സമയം കണ്ടെത്തണം. നിന്റെ പൊന്നാര മകന്റെ പ്രയാസം എന്താണ്, പ്രശ്നം എന്താണ്, സങ്കടം എന്താണ്, അത് കേൾക്കാൻ നിനക്ക് സമയമുണ്ടാകണം ബാപ്പാ. പെങ്ങളെ, നിന്റെ മകളുടെ പരാതി എന്താണ്? നിനക്ക് സംസാരിക്കാൻ സമയമില്ല. നാട്ടുകാരുടെ വിഷയം തീർക്കാനേ സമയമുള്ളൂ, കൂട്ടുകാരുടെ വിഷയം കേൾക്കാനേ സമയമുള്ളൂ. സ്വന്തം മകളുടെ സങ്കടം കേൾക്കാൻ നിനക്ക് സമയമില്ല. പടച്ചവനെ, ഒരു ബന്ധമുണ്ടാകണമല്ലോ. മാതാവും പിതാവും മക്കളും തമ്മിലൊരു സ്നേഹബന്ധമുണ്ടാകണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരോട് ചോദിക്കട്ടെ, സ്വന്തം മക്കളോട് സ്നേഹത്തോടെ സംസാരിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? പടച്ചവനെ, മക്കളെ കണ്ടാ കടിച്ചു കീറുന്ന പിതാക്കന്മാരാ. അവര് മക്കളോട് മനസ്സു തുറന്ന് സംസാരിക്കാറില്ല. കാരണം പടച്ചവന് അങ്ങനെ സംസാരിച്ചാൽ എന്തോ സംഭവിച്ചു പോകുമെന്നാ. മഹാനായ യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകൻ ഒരു ദിവസം രാവിലെ വാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, വാപ്പ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇടൂ, ആ മകൻ വന്നിട്ട് വാപ്പാനോട് പറയണമെങ്കിൽ ആ മകനും വാപ്പയും തമ്മിലുള്ള ബന്ധം ഒന്ന് ചിന്തിക്ക്.
യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകൻ വന്നു പറഞ്ഞപ്പോ എന്താന്ന് മോനെ പിടിച്ചു മടിയിലിരുത്തിയിട്ട് ചോദിച്ചു, എന്താ മോനെ നീ കണ്ട സ്വപ്നം? ചോദിക്കാൻ വാപ്പയ്ക്ക് സമയമുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കണ എല്ലാ ഉപ്പമാർക്കും കുട്ടികളുടെ ഒന്നാമത്തെ പരാതി ഉപ്പ മിണ്ടാറില്ല. ഉപ്പ ഇങ്ങനെ ഹിറ്റ്ലറെ പോലെയാ വീട്ടില് കടിച്ചു കയറുന്നത് പോലെ മക്കളോട്. നീ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആര് സംസാരിക്കാൻ? നീ മഹല്ല് നന്നാക്കാൻ നടന്നാ പോരാ, നാട്ടുകാരെ നന്നാക്കണ്ട, സ്വന്തം മക്കളോട് നന്നാക്കടോ. അവന്റെ പ്രയാസം കേക്ക്. ഏതുമ്മയാ തന്റെ മകളോട് സംസാരിക്കുന്നത്? അവളെ കണ്ട കടിച്ചു കീറുന്ന രീതിയിലാണ് പെരുമാറുന്നേ. മക്കൾക്കും അത് പഴയ കാലമൊന്നുമല്ലടോ, കാലഘട്ടം മാറി. പഴയ കാലമൊന്നുമല്ല നീ പറയുന്നത് മുഴുവനും വീട്ടിൽ കേൾക്കണമെന്ന് പറയുന്നത്. ആ മക്കൾക്കും സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. അവനും പല കാര്യങ്ങളുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്ക്. നീ പറയുന്നത് അടിച്ചേൽപ്പിക്കലല്ല. നമ്മൾ പറയുന്നത്, എടോ നമ്മുടെ മക്കൾക്ക് മോഹങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. അവൻ എന്തു പഠിക്കണം? 10ാം ക്ലാസ് കഴിഞ്ഞു, അവൻ +1 പോകുന്നു. അവൻ ഏത് വിഷയം എടുക്കണം അവന്റെ ആഗ്രഹം കൂടെ. അല്ലാതെ നീ അങ്ങോട്ട് പറയലല്ല നീ സയൻസ് പഠിച്ചാൽ മതി, നീ എഞ്ചിനീയർ ആയാൽ മതി, നീ ഡോക്ടർ ആയാൽ മതി, അങ്ങോട്ട് പറയലല്ല. ആ കുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. നല്ലതാണെങ്കിൽ അംഗീകരിച്ചാൽ മതി, നല്ലതാണെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇല്ലെങ്കിൽ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അവനൊരു മാനുഷിക പരിഗണനയെങ്കിലും കൊടുക്ക്. ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് എന്റെ മകനോട് ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താടാ? ഒരുത്തൻ പറഞ്ഞു, എനിക്ക് പോലീസുകാരനാകണം, ഞാൻ വെടികൊണ്ടതുപോലെ ഇരിക്കാം. മൂത്തവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താടാ? എനിക്ക് പോലീസുകാരനാകണം. രണ്ടാമത്തവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താടാ? എനിക്ക് പൈലറ്റ് ആകണം. സുബ്ഹാനല്ലാഹ്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ വേണ്ട എന്ന് പറഞ്ഞില്ല, അവന്റെ മനസ്സിനെ സങ്കടപ്പെടുത്താൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നീ ഡോക്ടറോ എഞ്ചിനീയറോ പൈലറ്റോ എന്തു വേണമെങ്കിലും ആയിക്കോ, പക്ഷെ ഉപ്പാനൊരാഗ്രഹമുണ്ട്, ഉപ്പാനൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം സാധിപ്പിച്ചതെന്നാ നിന്നെ ഞാൻ എന്തുമാക്കാം. അപ്പൊ എന്നോട് ചെന്താ വാപ്പ ആഗ്രഹം? ഞാൻ പറഞ്ഞു, നീ ഒന്ന് ഹാഫിളാകണം, ഖുർആൻ മുഴുവൻ ഒന്ന് പഠിക്കണം, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവൻ ഒന്ന് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നീ പൈലറ്റ് ആയിക്കോ, നീ എന്തു വേണമെങ്കിലും ആയിക്കോ. അൽഹംദുലില്ലാഹ്, ഖുർആൻ പഠിക്കണം, അതെന്റെ ആഗ്രഹം. അത് പറഞ്ഞപ്പോൾ അവൻ ഉൾക്കൊള്ളാൻ തയ്യാറായി. ഇത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ തയ്യാറായി. അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട പരിഗണന അവരെ കൂടെ നമ്മൾ പരിഗണിക്കണം. മക്കളോടും അഭിപ്രായം ചോദിക്കണം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പാപ്പമാർക്ക് ദഹിക്കൂല, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എടോ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കാൻ വേണ്ടി അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തപ്പോ ഇബ്രാഹിം എന്ന് പറയുന്ന പിതാവ് ആ ചെറിയ മകനെ വിളിച്ചു നിർത്തിയിട്ട് വാപ്പ രാവിലെ ചോദിച്ചു, മോനെ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എടോ, 11 വയസ്സിന് താഴെ പ്രായമുള്ള ആ ചെറിയ മകനോട് ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ മോനോട് അഭിപ്രായം ചോദിക്കുക, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? മോൻ പറഞ്ഞ മറുപടി, അറുത്തു കൊടുത്തേക്കാൻ. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട സ്ഥാനവും പരിഗണനയും നമ്മൾ കൊടുക്കണം. ഇത് വാപ്പ മിണ്ടൂല. വാപ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടിച്ചു കീറുന്ന പോലെ. എന്നിട്ട് സ്നേഹമുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കണം. എടോ, നിന്റെ മകൻ എങ്ങനെ ഈ മോശമായ കൂട്ടുകെട്ടിൽ പോകാനുള്ള കാരണം എന്താ? നീ അവനെ ഒന്ന് തോളി കൈവച്ചിട്ട് അവന്റെ സങ്കടം എന്താന്നൊരു 5 മിനിറ്റ് കേട്ടു നോക്കിക്കേ. നീ നാട്ടുകാരുടെ കഥ മൊത്തം കേൾക്കുമല്ലോ. എന്താ നിന്റെ മോന്റെ സങ്കടം കേൾക്കാത്തെ? പെങ്ങളെ, നീ എന്തുകൊണ്ട് നിനക്കെങ്ങനാ? നിനക്ക് നാണക്കേടാ, നിനക്ക് നാണക്കേടാ. ഒരു പെൺകുട്ടി പറഞ്ഞൊരു സങ്കടമുണ്ട്, എന്റെ ഉമ്മ കല്യാണത്തിനെങ്ങും പോകുമ്പോ എന്നെ കൊണ്ടുപോകാറില്ല, എന്റെ ഉമ്മ വിവാഹങ്ങൾക്ക് പോകുമ്പോ എന്നെ കൊണ്ടുപോകാറില്ല. കാരണം എന്ത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മയ്ക്ക് നാണക്കേടാ. ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ ആഗ്രഹിക്കുന്നറിയോ? മോളും ഉമ്മായും കൂടെ പോകുമ്പോ ചോദിക്കണം, ചേട്ടത്തി അനിയത്തിയാണോ? ഇതാ പെണ്ണുങ്ങളുടെ ചിന്ത. ഉമ്മായും മോളും കൂടെ പോകുമ്പോ ആരെങ്കിലും ചോദിച്ചു നോക്കിയേ, നിങ്ങൾ താത്തായും ചേട്ടത്തി അനിയത്തിയാണോ? എന്തൊരു സന്തോഷം എന്നറിയോ? എനിക്ക് ഇത്രയും പ്രായമുള്ള ഒരു മകളുണ്ടെന്ന് പറയുന്നത് മാനക്കേടായി കാണുന്ന പെണ്ണുങ്ങളുടെ കാലം. ഒന്നും മനസ്സ് തുറക്കു പെങ്ങളെ. നിന്റെ മോളുടെ സങ്കടങ്ങൾ കേൾക്കാൻ നീ തയ്യാറായാൽ അവൾ പലതും നിനക്ക് പറഞ്ഞു തരും. അവളുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ കഴിയും. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് നിന്നെക്കാലി എത്ര തിരക്കുള്ള പ്രവാചകനാ. ആ പ്രവാചകന് തന്റെ പൊന്നാര മകൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, എടാ നീ ഇന്നലെ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ? നിന്റെ സ്വപ്നം എന്താണെന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനോട് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞ മറുപടി, വാപ്പാ, ഇന്നലെ രാത്രി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. വാപ്പ പറഞ്ഞ മറുപടി എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത മറുപടി ഇരിക്കണ ഓരോ വാപ്പാമാരും പഠിക്കണം.
ഈ ഉമ്മത്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയം. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനോട് ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞുകൊടുത്ത, പൊന്നുമോനോട് പറഞ്ഞുകൊടുത്ത മറുപടി ഖാല യാ ബുനയ്യ, തന്റെ പൊന്നാര മകനോട് പറയാ, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുഅയാക അലാ ഇഖ്വതിക ഫയഖീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്ത മറുപടി, മോൻ കണ്ട ഈ സ്വപ്നത്തെക്കുറിച്ച് നാട്ടുകാരോട് പറയരുത് എന്നല്ല. നീ ഒരു സ്വപ്നം കണ്ടോ, ഈ കണ്ട സ്വപ്നത്തെക്കുറിച്ച് നാട്ടുകാരോടോ അയൽവാസികളോടോ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ നീ പറയാൻ പാടില്ല എന്നല്ല പറഞ്ഞേ. മോനെ, നീ നിന്റെ കൂടപ്പുറപ്പിനോട് പോലും ഇത് പറയരുത് എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ആരോട് പറയരുതെന്ന്? ആരോട് പറയരുതെന്ന്? നീ നിന്റെ കൂടപ്പുറപ്പിനോട് പോലും ഇത് പറയരുത്. അത് അന്ന് തിരിഞ്ഞില്ല, ഇപ്പൊ തിരിയുന്നുണ്ടോ? കാരണം നിനക്ക് കൂടോത്രം ചെയ്തത് നിന്റെ കൂടപ്പുറപ്പ് തന്നെയാ. അള്ളാഹു കാക്കമാറാകട്ടെ. അള്ളാഹ് കാക്കമാറാകട്ടെ. എടാ, നിനക്ക് കൂടോത്രം ചെയ്ത് സിഹ്ർ ചെയ്ത് വെച്ചിരിക്കുന്ന ആരാ? ഇവൻ ഒരിക്കലും എന്നെക്കാളും വളരാൻ പാടില്ല. ഞാൻ ഏർവാടിയിൽ സിയാറത്തിന് പോയപ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് 8 കൊല്ലം എങ്ങാണ്ടായി ഞാൻ ഇങ്ങനെ സങ്കടത്തിലാ ഉസ്താദ്, ഞാനും എന്റെ കുടുംബവും നരകിക്കാം. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഇത് ചെയ്തത് എന്റെ കൂടപ്പുറപ്പാണെന്നറിഞ്ഞപ്പോ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി ഉസ്താദെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. എനിക്ക് ദുബൈയിൽ 2 ഷോപ്പുണ്ട്, നാദാപുരത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്, കോഴിക്കോട് സിറ്റിക്കകത്ത് അതുണ്ട് ഇതുണ്ട്. നീ എന്തിനാ നാട്ടുകാരോട് പറയാൻ പോകുന്നേ? ഇതെന്തിനാ വിളിച്ചു പറയാൻ പോകുന്നേ? അള്ളാഹു തന്നു അൽഹംദുലില്ലാ, അത് പറയാൻ പാടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പൊന്നാര മകനോട് അവിടെ നിന്ന് പറഞ്ഞ്, യൂസുഫേ, ഖുർആനാ ഞാൻ പറയുന്നത്. KL 18 AG 0024 ഈ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ വണ്ടി ആരുടേതാണെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം. താത്ത ഓടിക്കുന്ന വണ്ടിയാണ്. ഡയാലിസ് സെന്ററിന്റെ മുമ്പിൽ എങ്ങാണ്ട താത്ത, ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോ ഒരു ആപ്പ താത്ത ഓടിച്ചോണ്ട് വന്നിട്ടുണ്ട്, ഒരു പെണ്ണ്. അൽഹംദുലില്ലാ, എല്ലാം വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചിരിക്കുക. അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഇത്തിരി സ്പീഡൊക്കെ കുറച്ച് ഓടിക്കണം. ഞാനൊരു ദിവസം വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാൻ നല്ല സ്പീഡിൽ പോവാ, വീട്ടിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി ഞാനിങ്ങനെ സ്പീഡിൽ പോയപ്പം ഞാൻ തന്നെ പോകുന്നത് ഒരു 100-ലാ. അപ്പൊ എന്നെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. അപ്പൊ എനിക്കൊരു വാശി, ആരാപ്പല്ല ഇത്ര സ്പീഡിൽ പോണേ? അതെന്റെ പുറകിൽ വന്നിട്ട് എന്നെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയപ്പോ എനിക്കെന്തോ, മനുഷ്യനാണല്ലോ, പെട്ടെന്നൊരു അതാരാ അന്ന വിടല്ലാന്ന് ഞാനും ചവിട്ടി. ഞാൻ പടച്ചവനെ എത്ര നോക്കിയിട്ടും കിട്ടണില്ല. അവസാനം മാക്സിമം ചവിട്ടി കയറി ചെന്ന് നോക്കുമ്പോൾ ഒരു താത്തായ ഓടിച്ചോണ്ട് പോന്നെ. സുബ്ഹാനല്ലാഹ്, എന്ത് പോക്കാ പോണേ, ബുറാക്ക് ഓടവനെ പോണേ. പെണ്ണുങ്ങളൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷെ ഭർത്താവിന്റെ കൂടെ പഠിച്ചാൽ മതി കേട്ടാ. ചിലര് പിന്നെ ഒരു കുട്ടി, ഒരു മുത്താലിമ തന്നെ പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ഉമ്മാടുത്ത് എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല, ഉമ്മയ്ക്ക് പെണ്ണുങ്ങൾ പഠിപ്പിച്ചാൽ പറ്റൂല, ആണുങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കണം. ആ സ്കൂളിലേ പോകത്തുള്ളൂ. കാരണം താത്ത പെണ്ണുങ്ങൾ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അവിടെ പോയി പഠിക്കാൻ എൻ്റെ ഉമ്മയ്ക്ക് വയ്യ. ഉമ്മയ്ക്ക് ആണുങ്ങൾ പഠിപ്പിച്ചാലേ ഡ്രൈവിംഗ് ആവത്തുള്ളൂ. ആ ഡ്രൈവിംഗ് വല്ലാത്ത ഡ്രൈവിംഗ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തുമ്പോൾ എത്രത്തോളം സൂക്ഷിക്കണം. യാക്കൂബ് നബി ഇത് പറഞ്ഞു കൊടുക്കുന്നത് കാരണം മക്കളുടെ സ്വഭാവം എപ്പോഴാ മാറണമെന്നറിയില്ല. ഇന്ന് എന്നെക്കാളും ഒരു നല്ല ജീവിതം എൻ്റെ കൂടപ്പുറപ്പിന് ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന കാലമാ. അതുകൊണ്ട് മക്കൾക്ക് എവിടെയാണ് ഇബ്ലീസ് കയറുന്ന അറിയില്ല, നമുക്കത് നിസ്സാരമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല. മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. പെങ്ങളെ,
ദേഷ്യം വരുമ്പോ നീ പറയാറുണ്ടല്ലോ, എടാ നീ നിന്റെ അനുജനെ കണ്ടുപഠിക്ക്. വാപ്പ പറയുകയാണ്, നാട്ടുകാരന്റെ കഥയല്ല പറയുന്നത്, എടാ ജോലിയും കൂലിയും ഇല്ലാതെ തെക്കു വടക്ക് നടക്കുന്നല്ലോ, നിന്റെ അനുജനെ നോക്കടാ, അവന് പഠിച്ചോ, ജോലിയായി, നല്ല സാലറിയായി. വാപ്പ തന്നെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുകയാണ്. ഒരാളെ പടച്ചവനെ പരിഗണിക്കുന്നില്ല, ഒരാളെ പരിഗണിക്കുകയാണ്. മക്കൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടാകുന്ന കാര്യമാണ് പെങ്ങള്. മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു ചെറിയ കുട്ടി ഓടി വരികയാണ്, ഒരു ചെറിയ മകൻ ഓടി വരികയാണ്. ഓടി വന്ന വാപ്പയുടെ ചാരത്തേക്ക് ഓടി വന്നു. യാ റസൂലല്ലാഹ്, എന്റെ മോനാണ് നബിയേ. ആ പിതാവ് തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. അവനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്, അവനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്. നിബിതങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോ രണ്ടാമതൊരു മോള് കടന്നു വരികയാ. അതേ മനുഷ്യന്റെ മകള് കടന്നു വരികയാണ്. ആ പെൺകുട്ടി കടന്നു വന്നപ്പോ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ മോളാണ് നബിയേ, എന്റെ മോളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. ആ കുഞ്ഞിനെ പിടിച്ച് താഴെ ഇരുത്തുകയാണ്. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് മാറിയുമ്മ, നബി തങ്ങളുടെ മുഖമങ്ങ് ചുമക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ നീതി കാണിച്ചില്ല, നീ നീതി കാണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബി ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്തനീതിയാണ് ഞാൻ കാണിച്ചത്? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ മകൻ വന്നപ്പോ നീ അവന് ചുംബനം കൊടുത്തു മടിയിലിരുത്തി. നിന്റെ മകള് വന്നപ്പോ ചുംബനം കൊടുത്തിട്ട് താഴെ ഇരുത്തി. അത് നീതിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പെങ്ങളെ, സ്നേഹത്തിന്റെ വിഷയത്തിലാണെങ്കിലും പരിഗണനയുടെ വിഷയത്തിലാണെങ്കിലും ഒരിക്കലും മക്കളോട് വേർതിരിവ് കാണിക്കരുത്. അത് കൊലപാതകം വരെ എത്തുമെന്ന് ചരിത്രം പറയുകയാ. പരസ്പരം മക്കൾ തമ്മിൽ കണ്ടാ കടിച്ചു കീറുകയാ, തമ്മിലടിയാ. മക്കളെ ഒരാളോട് മാത്രം സ്നേഹം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാതാപിതാക്കൾക്ക് അധികവും ഏറ്റവും കൂടുതൽ സ്നേഹം ഇളയ മകനോടാ, ഏറ്റവും ചെറിയ കുട്ടിയോടാണ് വല്ലാത്ത സ്നേഹം. ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് വീട്ടിലെ ഒന്നാമത്തെ കുട്ടിയാ. എന്തിനും അവൻ പഴി കേൾക്കുകയാണ്, ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുകയാണ്. പെങ്ങളെ, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഏറ്റവും ചെറിയ കുഞ്ഞിനെയല്ല, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഒന്നാമത്തെ കുട്ടിയാ. കാരണം എന്തെന്നറിയോ? വിവാഹം കഴിഞ്ഞ് കാത്തുകാത്തിരുന്നിട്ട് ഒരുപാട് ദുആ ചെയ്തിട്ട് അല്ലാഹു നിനക്ക് തന്നത് ഒന്നാമത്തെ മകനെയാണ്, മകളെയാണ്, ആദ്യത്തെ കൺമണിയാണല്ലോ. സ്നേഹം വാരിക്കോരിക്കൊടുത്താണ് വളർത്തിയത്. പക്ഷേ രണ്ടാമതൊന്ന് വന്നപ്പോ അവനോടുള്ള സ്നേഹം കുറയുകയാണ്. പിന്നീടൊന്ന് വന്നപ്പോ അവനെ പരിഗണിക്കുന്നില്ല. ഇന്ന് വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് അവനായി പോയി പെങ്ങള്. അത് അവസാനം വൈരാഗ്യങ്ങളിൽ ചെന്ന് തീരുകയാണ്, കൊലപാതകങ്ങൾ വരെ എത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കൾക്കിടയിൽ വേർതിരിവ് സാധാരണ ഒരു പാപമല്ല. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. ഒരാൾക്ക് മാത്രം പരിഗണന. ഒരാളെ വിവാഹം കഴിക്കുമ്പോ, ഒരാൾക്ക് വീട് വെക്കുമ്പോ, ഒരാൾക്ക് സ്ഥലം കൊടുക്കുമ്പോ ഒരാളെ മാത്രം പരിഗണിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവനിത്തിരി കൂടുതൽ കൊടുക്കൂ, അവനിത്തിരി കുറച്ചു കൊടുത്താ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ പാപമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുടെ മുമ്പിലേക്ക് നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, നുഅ്മാൻ മുതഅല്ലിമാണ് നബിയേ. അവൻ ഇൽമു പഠിക്കുന്നവനാണ്, അവൻ ഉസ്താദിനെ പഠിക്കുന്നവനാണ്. അവനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥലം നുഅ്മാനിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ബസീർ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ പെങ്ങള്? നബി തങ്ങൾ ചോദിക്കുകയാണ്, നുഅ്മാൻ മാത്രം മതിയോ മയ്യത്ത് ചുമക്കാനും മയ്യത്ത് കുളിപ്പിക്കാനും മയ്യത്ത് നിസ്കരിക്കാനും നുഅ്മാൻ മാത്രം വന്നാ മതിയോ? വേറെ മക്കളൊന്നും വേണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ശരിയല്ലെന്ന് പറയുമ്പോ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞടോ, അത് ശരിയല്ലെന്ന്. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. അത് സ്നേഹത്തിന്റെ വിഷയമാകട്ടെ, പെരുമാറ്റത്തിന്റെ വിഷയമാകട്ടെ, എന്തെങ്കിലും കൊടുക്കുന്ന വിഷയമാകട്ടെ, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചാൽ അല്ലാഹു വെറുതെ വിടൂല. ഖബറിനകത്ത് പോലും സമാധാനം കിട്ടൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനോട് പറഞ്ഞു, മോനെ, ഇത് സാധാരണ ഒരു സ്വപ്നമല്ല. അതുകൊണ്ട് നീ നിന്റെ കാക്കാമാരോട് പറയരുത്, നിന്റെ സഹോദരങ്ങളോട് പറയരുത്. കാരണം അത് വലിയ വിഷയമാകാൻ കാരണമാണ്. അതുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വാപ്പ പറഞ്ഞതനുസരിക്കുകയാണ്. തന്റെ അനുജ്യേഷ്ഠന്മാരോട് പറഞ്ഞില്ല, സഹോദരങ്ങളോട് പറഞ്ഞില്ല. പക്ഷേ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫിനോട് വല്ലാത്ത സ്നേഹമാ, അവനോട് വല്ലാത്ത ഒരു സ്നേഹമാണ്. അവനെ മാത്രം ഇങ്ങനെ പരിഗണിക്കുകയാണ്. പടച്ചവനെ, മറ്റുള്ള സഹോദരങ്ങൾക്ക്, മറ്റുള്ള മക്കൾക്ക് അത് വല്ലാത്ത പ്രശ്നമായി. വാപ്പ അവനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഇവന് കാരണമാണ് വാപ്പ നമ്മളെ സ്നേഹിക്കാത്തത്. ഈ യൂസുഫ് എന്ന് പറയുന്ന ഒരുത്തൻ കാരണമാണ് ഉപ്പ നമ്മളെ സ്നേഹിക്കാത്തത്. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും വകവരുത്തണം. ബാക്കി എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്, കൂടപ്പിറപ്പുകൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. ഇവനെ എങ്ങനെയെങ്കിലും വകവരുത്തണം, ഇവനെ വാപ്പയിൽ നിന്ന് അകറ്റണം. എങ്കിലേ വാപ്പ നമ്മളെ ഇഷ്ടപ്പെടൂ. പെങ്ങളെ, ചരിത്രം പഠിക്കൂ. മക്കളത് വല്ലാതെ ശ്രദ്ധിക്കുകയാണ്. അവസാനം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ മക്കൾ ചെന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഞങ്ങളെല്ലാവരും കൂടെ കളിക്കാൻ പോവുകയാ. യൂസുഫിനെ കൂടെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വിടണം ബാപ്പാ. യാക്കൂബ് നബി പറഞ്ഞു, ഇല്ല, യൂസുഫ് ചെറിയ കുഞ്ഞാട്. നിങ്ങളെല്ലാവരും കളിക്കുന്നതിന്റെ തിരക്കിലിരിക്കുമ്പോ യൂസുഫിനെ എങ്ങാനും ചെന്നായ പിടിച്ചു കൊണ്ടുപോകുമെന്ന് ഞാൻ ഭയക്കുകയാണ്. അതുകൊണ്ട് അവനെ വിടില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു, വാപ്പാ, അവൻ ഞങ്ങളുടെ അനുജനല്ലേ, അവൻ ഞങ്ങളുടെ കുഞ്ഞനുജനല്ലേ, അവനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും ബാപ്പാ. എല്ലാ മക്കളും കൂടെ ഒരുമിച്ച് പറയുകയാണ്. അവസാനം മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് എന്ന് പറയുന്ന പൊന്നാര മകനെ വിടുകയാ. വാപ്പാടെ കണ്ണു മറന്നപ്പോ അവർ യൂസുഫിനെ ഉപദ്രവിക്കാൻ തുടങ്ങി, ചവിട്ടാൻ തുടങ്ങി, തല്ലാൻ തുടങ്ങി. നീ ഒരുത്തൻ കാരണമാണടാ വാപ്പ ഞങ്ങളെ സ്നേഹിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് എന്ന് പറയുന്ന ആ കുഞ്ഞനുജനോട് അവർ ക്രൂരത കാണിക്കുകയാണ്. അവസാനമല്ല, പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ തയ്യാറായി പെങ്ങളോ. അവിടെ നിന്ന് കൊല്ലാൻ തയ്യാറായി. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെ മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. എല്ലാ മക്കളെയും ഒന്നുപോലെ കാണണം, അവരെ പരിഗണിക്കേണ്ടത് പോലെ പരിഗണിക്കണം. ഇല്ലെങ്കിൽ അവസാനം കൊലപാതകങ്ങൾ വരെ എത്തുമെന്ന് ചരിത്രം പറയുകയാ. യാക്കൂബ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യമെന്താ? കൂടപ്പറപ്പിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു കൊല്ലാൻ നോക്കിയടോ അല്ലാ. എന്നിട്ട് എല്ലാവരും കൂടെ കൂടി ആലോചന നടത്തുകയാണ്. എങ്ങനെയാണ് വീട്ടിലേക്ക് പോകേണ്ടത്, എപ്പോഴാണ് വീട്ടിലേക്ക് പോകേണ്ടത്? എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് അവരെപ്പോഴാണ് വീട്ടിലേക്ക് കടന്നു ചെന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. അവരെപ്പോഴാണ് വീട്ടിലേക്ക് കടന്നു പോയതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വജാഊ അബാഹും ഇശാഅ യബ്കൂൻ.
പോലും അവര് പാതിരാത്രിയിൽ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര്, മക്കളുള്ള മാതാപിതാക്കള്, പടച്ചവനെ രാത്രി എന്ന് പറയുന്ന രാത്രിയെ കുറിച്ച് പഠിക്കണമടോ, രാത്രിയെ കുറിച്ച് മനസ്സിലാക്കണമടോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, വൈകുന്നേര സമയമായ നിങ്ങൾ കുട്ടികളെ പുറത്തു വിടരുത്, അവരെ വീടിന്റെ റൂമിന്റെ അകത്ത് കയറി വാതിലടയ്ക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, വൈകുന്നേരമായി കഴിഞ്ഞ് കുട്ടികളെ റൂമിന്റെ അകത്ത് കയറ്റി വാതിലടയ്ക്കണമെന്നാണ്, അവരെ പുറത്തു വിടാൻ പാടില്ല. കാരണം ശൈത്താൻ ഇറങ്ങുന്ന സമയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? ഏതു മനുഷ്യന്റെയും സ്വഭാവം മാറുന്ന സമയമാ. രാത്രിയായാൽ ഏതു മനുഷ്യന്റെയും സ്വഭാവം മാറുകയാണ്, സ്വഭാവം മാറുകയാണ്. രാവിലെ നമ്മൾ കാണാറുണ്ടല്ലോ, പടച്ചവനെ റോഡിലൂടെ നടന്നു പോകുമ്പോ നായി ഇങ്ങനെ കിടക്കുകയാണ്, അത് മിണ്ടാതെ കിടക്കുകയാണ്. അതിന്റെ അടുത്തുകൂടെ നടന്നു പോയാ പോലും പടച്ചവനെ അത് അനങ്ങാറില്ല, കണ്ണൊന്ന് തുറന്നു നോക്കാറില്ല. ആ നായ മിണ്ടാതെ കിടക്കുകയാണ്. ഇതുപോലെ ശാന്തമായ വേറെ ഒരു മൃഗത്തെ കാണാൻ പറ്റൂല. എന്നാ ഇരുട്ടിക്കഴിഞ്ഞാൽ റോഡിലൂടെ പോകുന്ന ബൈക്കിന്റെ പുറകെ കുരച്ചുകൊണ്ട് പായുകയാ. അല്ലാഹുവേ, ഇതുപോലെയാ മനുഷ്യന് വൈകുന്നേരമായി കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം മാറുകയാണ്. വാപ്പാ, ഇന്ന് കുട്ടികളുടെ അവസ്ഥ എന്തെന്നറിയോ? ഇന്ന് കുട്ടികളുടെ അവസ്ഥ എന്തെന്നറിയോ? അടിച്ചുവിട്ടതുപോലെയാണ്. പാതിരാത്രി 1 മണിക്ക് നാദാപുരം ടൗണിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് നോക്കടോ, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെ കാണാൻ പറ്റൂല, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെ കാണാൻ പറ്റൂല. ഏത് പാതിരാത്രി 1 മണിയാകട്ടെ, 2 മണിയാകട്ടെ, 3 മണിയാകട്ടെ, എവിടെ ചെന്നാലും 18 20 വയസ്സുള്ള ചെറുപ്പക്കാർ, ആണും പെണ്ണും പടച്ചവരെ കേറിയിറങ്ങി നടക്കുകയാണ്. അല്ലാഹുവേ, ചോദിക്കാനും പറയാനും ആരുമില്ലടോ. അടിച്ചുവിട്ടതുപോലെ ഇന്നത്തെ യുവതലമുറ നടക്കുകയാ. സ്വാതന്ത്ര്യം കൊടുക്കുകയാണല്ലോ, എവിടെ വേണമെങ്കിലും പോകാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. പടച്ചവനെ, പാതിരാത്രി 1 മണിക്ക് 2 മണിക്ക് നിന്റെ പൊന്നാര മകന് വീട്ടിൽ വന്ന് വിളിക്കുമ്പോ നിനക്ക് ശല്യമായത് കാരണം താക്കോൽ അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. എടാ, ചെടിച്ചട്ടിയുടെ അടിയിൽ താക്കോലിരിക്കുന്നുണ്ടോ? തോന്നുന്ന സമയത്ത് വന്ന് കേറിക്കോ, എന്നെ വിളിക്കല്ലോ, എന്നെ വിളിക്കല്ലോ. തന്റെ മക്കളെ തുറന്നു വിടുന്ന മാതാപിതാക്കളെ മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് ചെന്നപ്പെടുകയാണ്. ഈ അടുത്ത സമയമായി റബ്ബേ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് അതാ ആഭ്യന്തര വകുപ്പ് ഒരു പടച്ചവനെ ഇന്ന് കഞ്ചാവിനും മയക്കുമരുന്നും MDMA ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയ ഒരു പരിശ്രമം നടത്തുമ്പോ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നവരല്ലോ. എത്ര ചെറുപ്പക്കാരാണോ, എത്ര ചെറുപ്പക്കാരാണോ. അവിടെ ആണെന്ന് വ്യത്യാസമില്ല, പെണ്ണെന്ന് വ്യത്യാസമില്ല. പടച്ചവനെ, കഞ്ചാവുമായി പിടിക്കുന്നത് 18കാരിയാണ്, കോടികൾ വിലയുള്ള MDMA പിടിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെയാണ്. ഓരോന്നിന്റെയും പേര് കേൾക്കണം. ആയിഷ, ഖദീജ, നഫീസ, ഫാത്തിമ, എത്രയോ സഹാബി വനിതകളുടെ പേരുകളാണ്, നബിതങ്ങളുടെ ഭാര്യമാരുടെ പേരുകളാണ്. കച്ചവടം മയക്കുമരുന്ന് കച്ചവടമാണ്. അല്ലാഹുവേ, ചെറുപ്പക്കാരെ നോക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ മക്കൾ ഇതിൽ പോയി പെടാനുള്ള കാരണം എന്താ? നിനക്ക് മക്കളെ നോക്കാൻ സമയമില്ല. പണ്ട് 10 മണിയായ വീടിന്റെ അകത്തേക്ക് ഓടുകയാണ്. വാപ്പ വീട്ടിൽ കേട്ടൂല, വീട്ടിൽ ചെന്നില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു കാലമുണ്ടായിരുന്നത്. ഇന്നും 9 മണി കഴിയുമ്പോ നിന്റെ മകൻ ബൈക്കും എടുത്തിട്ട് ഇറങ്ങുകയാണ്. എവിടെ പോകുന്നടാ എന്ന് ചോദിക്കാറില്ല. താമസിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ എവിടെയായിരുന്നടാ എന്ന് ചോദിക്കാൻ നിനക്ക് സമയമില്ല. കാരണം നിനക്ക് ഒരുപാട് തിരക്കാണല്ലോ. മൊബൈല് കളിക്കണമല്ലോ, നാട്ടുകാരുടെ മക്കളുടെ കഥ കേൾക്കണമല്ലോ. പെങ്ങളെ,
അവസാന കണ്ണുനീര് കുടിക്കേണ്ടി ഗതി വരും പെങ്ങളോ. പൊന്നാരമകൾ എവിടെ പോകുന്നു? പഠിക്കാൻ മംഗലാപുരത്തും ബാംഗ്ലൂരും പോകുന്ന പൊന്നുമോള്, നിനക്കെന്തേ നിന്റെ പൊന്നാരമകള് മംഗലാപുരം വരെ കൊണ്ടുവിടാൻ കഴിയില്ലേ പെങ്ങളോ? വാപ്പാ, നിന്റെ മകളെ കൊണ്ടുവിടാൻ നിനക്ക് കഴിയുന്നില്ലേ? പൊന്നുമോളെ ഇങ്ങനെ കേട്ടിവിടുകയാണ്. അവസാനം എറണാകുളം ലോഡ്ജിനകത്ത് നിന്ന് പൊന്നുമോളെ പിടിക്കുകയാണ്. ആണുങ്ങളുടെ കൂടെ മയക്കുമരുന്നുമായി അപ്പം നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് നാട്ടുകാരുടെ മക്കളുടെ കഥയറിയാനേ സമയമുള്ളൂ, സ്വന്തം മക്കളുടെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ പരിഗണിക്കണമടോ, മക്കളെ നല്ലതുപോലെ നോക്കണമടോ. അത് അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താണടോ, അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താ. ഈ മക്കളെ കുറിച്ച് അല്ലാഹു നിന്നെ വിചാരണ ചെയ്യും. നീ മഹാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹാഫിളും ആലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മക്കളെ കുറിച്ച് അല്ലാഹു നാളെ വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാണ്. പുഴുത്തു മാറിയവനെ പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തില് ജനങ്ങൾ അവനെ കാണുമ്പോൾ മുഖം തിരിക്കുകയാണ്, ജനങ്ങൾ അവനെ കാണുമ്പോൾ മുഖം തിരിക്കുകയാണ്. എല്ലാവരും മൂക്കുപൊത്തുകയാണ്. അല്ലാഹുവിന്റെ മുഖത്ത് നോക്കുകയില്ല, അല്ലാഹു അവനോട് സംസാരിക്കുകയില്ല, ഒരു പരിഗണനയും അല്ലാഹു അവനോട് കാണിക്കുകയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് കടന്നു വരും. യാ റസൂലല്ലാഹ്, ആരാരബിയോ ആരാരബിയോ, സ്വന്തം മക്കള് തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പയാ. നോക്കിക്കേ, ഉമ്മ പറയും, താക്കോല് ചെടിച്ചട്ടിയുടെ അടിയിൽ ഇരിക്കുന്നുണ്ടടാ, നീ വന്ന് തുറന്ന് എപ്പോഴെങ്കിലും കേറിക്കോ, എനിക്ക് സമയമില്ല എഴുന്നേക്കാൻ. ഇന്ന് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി നോക്ക്, രാത്രി 12 മണി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ പിള്ളന്മാരെ, ചെറുപ്പക്കാരാ ഇങ്ങനെ അടിച്ചു വിട്ടിരിക്ക. ഈ കൊച്ചു കുട്ടികൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞടക്ക. ഈ അടുത്ത സമയം വല്ലാത്ത അത്ഭുതം, ഏത് ദിവസം പത്രം എടുത്തു നോക്കിയാലും ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന അറസ്റ്റുകളിൽ അമിതവും ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഇന്നലെയും MDMമായിട്ടൊരു താത്താനെ പിടിച്ചു. 40 വയസ്സ്. പേര് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇന്നലെ ഒരു താത്താനെ പിടിച്ചു. എന്റെ പടച്ചോനെ, എന്താ പേരെന്തായിരുന്നു ഇപ്പൊ? അദീജ. പേര് ഇനി അതിന്റെ പേര് വല്ല കേസായാലോ പേടിക്കുന്ന പേര് പോലും. മുഹമ്മദ് റിഷാൻ എന്ന് പറയുന്നൊരു കുട്ടി ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുഞ്ഞിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളെ നമ്മൾ നല്ലതുപോലെ നോക്കണം. എന്തൊക്കെ പേരുകളാ, എന്താ കാരണം എന്നറിയോ? ഇന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും പണം മതിയടോ. എന്തിനാ ഈ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നേ? ഈ ആവശ്യമില്ലാത്ത ഈ പരിപാടികൾക്ക് പോകാനുള്ള കാരണം പൈസ എളുപ്പമുണ്ടാക്കാൻ. ഇന്ന് പൈസ മതി എല്ലാത്തിനും. ഇന്ന് പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി. കാരണം നിങ്ങളുടെ ആർത്തി, കുട്ടികൾക്ക് പണം ഉണ്ടായാലേ ജീവിക്കാൻ പറ്റൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടല്ലേ. കുട്ടികൾക്ക് ഇന്ന് പണം മതി, അതിന്റെ പുറകെ നടക്കുക. ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴി തേടിയിട്ടാ ഇന്നത്തെ കുട്ടികളൊക്കെ നടക്കുന്നത്. ഏത് എളുപ്പ വഴിയിലൂടെയാണ് പണമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്? ആ ഒരു വലിയ പരിശ്രമത്തിലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ മക്കൾ, നബിതങ്ങൾ പറഞ്ഞു, അവരെ വൈകുന്നേര സമയമായാൽ നിങ്ങൾ വീടിൻ്റെ അകത്ത് കയറ്റി വാതിലടക്കണമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന അടുത്ത ഉപദേശം എന്താ? എത്ര മണി വരെ ഉണ്ട് ഇപ്പൊ? നിർത്താറായോ? 10:30ആയി. 10:30ആയി. നിർത്താറായില്ലേ? നിർത്താറായില്ലേ? ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. ഞാനും ഇന്ന് സമയമില്ല, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുക. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറച്ച് ഒരു 10-15 മിനിറ്റും കൂടി ഇരിക്കുമോ? ഒരു 15 മിനിറ്റും കൂടെ ഒരൊറ്റ നല്ല കാര്യം കൂടെ പഠിച്ചിട്ട് ദുആ ചെയ്ത് പിരിയാം.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് വാപ്പാന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, വാപ്പാ ചെന്നായ പിടിച്ചു, കമീസ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. കമീസ് കൊണ്ടുവന്ന് വാപ്പാടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ആ കമീസ് മുഴുവനും രക്തമുണ്ട്. ആ കമീസ് കൊണ്ടുപോയി വാപ്പാടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, യൂസുഫിനെ ചെന്നായ പിടിച്ചോണ്ട് പോയെന്ന്. വാപ്പ ഇത് മാത്രമേ കിട്ടിയുള്ളൂ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ആ കമീസ് കണ്ടപ്പോ തന്നെ അറിയാം, യാക്കൂബ് നബിക്ക് മനസ്സിലായി യൂസുഫിനെ ചെന്നായ പിടിച്ചിട്ടൊന്നുമില്ല, ഇവന്മാരെന്തോ ചെയ്തയാന്ന്. ഇവന്മാര് എന്തോ ചെയ്തതാണെന്ന് യാക്കൂബ് നബിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഈ കമീസ് കൊണ്ട് കാണിച്ചപ്പോ വാപ്പ പറഞ്ഞ ഒരു മറുപടി, വല്ലാത്ത ബുദ്ധിയുള്ള ചെന്നായിയാണ് യൂസുഫിനെ പിടിച്ചത്. നല്ല ബുദ്ധിയുള്ള ചെന്നായിയാണ് യൂസുഫിനെ പിടിച്ചത്. കാരണം ആ കമീസിന്റെ ഒരു ബട്ടൺസ് പോലും പൊട്ടിയിട്ടില്ലായിരുന്നു. ചെന്നായ പിടിച്ച ബട്ടൺസ് പൊട്ടൂല്ലേ? ചെന്നായ പിടിച്ചാൽ ബട്ടൺസ് പൊട്ടും. യാക്കൂബ് നബിക്ക് മനസ്സിലായി, ഒരൊറ്റ ബട്ടൺസ് പോലും ബട്ടൺസ് പൊട്ടിക്കാതെ പൊടിക്കണമെങ്കിൽ അത് സാധാരണ ചെന്നായല്ല, ബുദ്ധി കൂടിയ ചെന്നായ. എന്റെ പ്രിയപ്പെട്ടവർ, ഇവര് യൂസുഫിനെ കൊല്ലാൻ തയ്യാറായത് വാപ്പയുടെ സ്നേഹം കിട്ടാനാ. പക്ഷെ കൊണ്ടുപോയി കളഞ്ഞിട്ടും വാപ്പായ്ക്ക് മാറ്റമൊന്നുമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതായിട്ടും യാക്കൂബ് നബിക്ക് ഒറ്റ ചിന്ത, യൂസുഫ് യൂസുഫ് യൂസുഫ്. ഈ ചിന്ത മാത്രമേ ഉള്ളൂ. എടാ ചന്തയിൽ പോയി നോക്കടാ, അവിടെ കാണാൻ യൂസുഫ് ഉണ്ടോ എന്ന് പോയി നോക്ക്. ജനങ്ങളൊക്കെ കൂടുന്നല്ലേ, അവിടെ പോയി അന്വേഷിക്ക്. ഇവന്മാരെ തന്നെ പറഞ്ഞു വിടും നോക്കാൻ. ജനങ്ങൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും യൂസുഫിനെ തിരക്കിയിട്ട് വാപ്പ ഇവന്മാരെയാ പറഞ്ഞു വിടാ. ഇവരിങ്ങനെ തെരഞ്ഞെടുക്കും. ഇവരെത്രയോ പ്രാവശ്യം വാപ്പാനോട് ചോദിച്ചു, വാപ്പ ഇനിയെങ്കിലും വിട്, ഇത്ര വർഷമായി, വിട്ടേക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഇരിക്കുമ്പോഴാ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് തന്റെ യാക്കൂബ് നബിയുടെ നാട്ടിൽ വല്ലാത്ത വരൾച്ച വന്നു, വലിയ പ്രയാസം വന്നു. വന്നപ്പോ ഈജിപ്തിലെ രാജാവ് എല്ലാവരെയും സഹായിക്കുന്നു, റേഷൻ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ പറഞ്ഞു വിട്ടു, പല നാടുകളിൽ നിന്ന് ആൾക്കാർ അവിടെ വരും, അവിടെ പോയിട്ട് യൂസുഫിനെ തിരയാൻ. അങ്ങനെ അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തെരഞ്ഞ് അവിടെ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പോയപ്പോ ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടി തിരിച്ചു വന്നു. വീണ്ടും മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫിനെ തെരഞ്ഞുകൊണ്ട് സഹോദരങ്ങളോട് പറഞ്ഞു തെരഞ്ഞു പോകാൻ. വീണ്ടും രണ്ടാമതും ഈജിപ്തിലേക്ക് പറഞ്ഞു വിടുകയാ. ആ പറഞ്ഞു വിടുന്ന സമയത്ത് കൊടുത്ത ഒരു ഉപദേശം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. തന്റെ മക്കളെ രണ്ടാമതും ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടപ്പോ ആ പിതാവ് പറഞ്ഞ ഒറ്റ ഒരു വാചകം, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശം ഖുർആൻ പറയുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് യാക്കൂബ് നബി തന്റെ മക്കളെ വിടുമ്പോ പറഞ്ഞ ഒരു ഉപദേശം അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫല്ലികാ. ഒറ്റ ഒരായത്ത്, ഈ ഒരു ആയത്തിന്റെ അർത്ഥം പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളെ രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ ആ മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശം, മക്കളെ, രാജകൊട്ടാരത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കയറിപ്പോകാൻ പാടില്ല. നിങ്ങൾ രാജകൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ എല്ലാവരും ഒരേ വാതിലിലൂടെ പോകരുത്. കുറച്ചുപേര് ആ വാതിൽ, കുറച്ചുപേര് ഇപ്പുറത്ത്, കുറച്ചുപേര് അപ്പുറത്ത്. നിങ്ങൾ പല പല വാതിലിലൂടെ വേണം കയറി പോകേണ്ടത്. അള്ളാന്റെ ഖുർആൻ. എന്തുകൊണ്ട്? യാക്കൂബ് നബി എന്തുകൊണ്ടാണ് തന്റെ മക്കളോട് പറഞ്ഞത്? യാക്കൂബ് നബിയുടെ മക്കൾക്കെല്ലാം വലിയ ഗ്ലാമറാ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമർ നമുക്കറിയാമല്ലോ. സ്വർഗത്തിൽ അള്ളാഹു എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമറാ കൊടുക്കുന്നത്. അള്ളാഹു നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യ. സുലൈഖയുടെ രാജകൊട്ടാരത്തിലൂടെ യൂസുഫ് നടന്നു പോയപ്പോ ആപ്പിൾ മുറിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങൾ ചോദിക്കണം, ആ പോണത് മലക്കാണോ മനുഷ്യനാണോ? ആ പോയ ചങ്ങാതി മലക്കാണോ മനുഷ്യനാണോന്ന്. കയ്യിലിരുന്ന കത്തി കൊണ്ട് ആപ്പിളിന് പകരം വിരള് മുറിച്ചു എന്ന് ചരിത്രം പറയാ. അപ്പൊ ആ യൂസുഫ് നബിയുടെ സഹോദരങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ ചിന്തിക്ക്. ഒരേ വാതിലിലൂടെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കേറി വരുമ്പോ ഏത് മനുഷ്യനും ഒന്ന് നോക്കൂടോ? ഏത് മനുഷ്യനും ഒന്ന് നോക്കിപ്പോകും. അപ്പൊ തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിന് യാക്കൂബ് നബി ഭയന്നിരുന്നു. തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിനെ അവിടെ നിന്ന് പേടിച്ചിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞത് എല്ലാവരും വേറെ വേറെ വാതിലിലൂടെ വേണം കയറിപ്പോകാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽ ഐനു ഹക്കുൻ, കണ്ണേറ് സത്യമാ. അത് നിസാരമല്ല, നമുക്കത് തമാശ. കണ്ണേർ എന്ന് പറയുന്നത് സത്യമാ. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
അല്ല നമ്മളെ കാക്കുമാറാകട്ടെ. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും കണ്ണീർ. സിഹിറിനെക്കാളും വലിയ പ്രയാസമാ കണ്ണീർ. ചില ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അറം പറ്റും. ചില ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, കഴിഞ്ഞു. ഒരു വാക്ക് പറഞ്ഞാൽ മതി, പടച്ചവൻ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഈ കണ്ണെന്ന് പറയുന്നത് 3 രീതിയിൽ, അല്ല ഐനു 3 രീതിയിലാണ് മനുഷ്യന്റെ കണ്ണുകൾ. ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഐനുൻ ഹാസിദ്, അസൂയയുടെ കണ്ണ്. ഒന്നാമത്തെ കണ്ണ് അസൂയ. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിഅമത്ത് കൊടുത്തു, ആ നിഅമത്ത് എനിക്കൂടെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അസൂയല്ല. അള്ളാഹു അവന് സമ്പത്ത് കൊടുത്തു, ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, അല്ലാഹ് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞാനും കൊടുക്കാമായിരുന്നു. ഇത് അസൂയല്ല. ഈ അസൂയയുടെ കണ്ണെന്ന് പറയുന്നത് അവൻ എത്തീഗാനയിലായാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. അവനൊന്ന് കൊത്തുവാള എടുത്ത് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ അസൂയപ്പെട്ട് അള്ളാഹ് ഒരാൾക്ക് കൊടുത്ത നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുക, അള്ളാഹു മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം നീങ്ങിപ്പോണമെന്ന് ആഗ്രഹിക്കുക. എന്താ അവന് മാത്രം ഇങ്ങനെ? ഇത് അസൂയയുടെ ഒരു കണ്ണ്. ഈ കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ ആയത്ത് ഓതിയാ മതി. ഈ കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി ഖുർആൻ ഓതല. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ ആയത്ത് ഓതിയാ മതി. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ കണ്ണ് ഐനുൻ മുഅ്ജിബ, അത്ഭുതത്തിന്റെ കണ്ണ്. അത്ഭുതത്തിന്റെ കണ്ണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ അത്ഭുതത്തിന്റെ കണ്ണെന്ന് പറയുന്നത് അള്ളാഹു ഒരാൾക്ക് കൊടുത്ത നിഅമത്ത് നീങ്ങിപ്പോകണമെന്നോ നശിക്കണോ ഒന്നും ആഗ്രഹമില്ല. എന്തൊരു വീടാ അല്ലാഹ് പടച്ചവൻ, എന്തൊരു വീടാ, ഇതൊരു സൗന്ദര്യവാ. ഇങ്ങനെയൊക്കെ ചുമ്മാതെ പറയാറില്ലേ? ഇത് നമ്മൾ വല്ലാതെ ഭയപ്പെടണം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പൊന്നുമങ്ങളെ, 10ാം ക്ലാസ്സിൽ നിന്റെ പൊന്നുമോൾക്ക് മുഴുവനും A+ കിട്ടി. ഇനി അതറിയാൻ നിന്റെ കുടുംബത്തിലോ നാട്ടിലോ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിന്റെ മകനും മകളിനും A+ കിട്ടി. അത് ആ കുട്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയത്. നീ അത് സ്റ്റാറ്റസ് ഇടും, നാട്ടുകാർ മുഴുവനും കാണണം, എന്റെ മോൾക്ക് മുഴുവനും A+ കിട്ടി, A+ കിട്ടി, A+ കിട്ടി, എന്റെ മോക്ക് ബുദ്ധി കൂടുതലാ, നാട്ടുകാർ മുഴുവനും കാണാൻ വേണ്ടി നീ സ്റ്റാറ്റസ് ഇട്ടു. ഈ റോഡിലൊക്കെ നോക്കിയ ഫ്ലെക്സ് കിട്ടിയിട്ടുണ്ട് പൊന്നുമോളുടെ ഫോട്ടോയും വെച്ചിട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങളുടെ കാലഘട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ ജുഹുഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിച്ചു. പെണ്ണുങ്ങളൊക്കെ കേട്ടോണം, ഈ സ്റ്റാറ്റസ് ഇടുന്നവരൊക്കെ കണ്ടിക്കണം കേട്ടോ. എല്ലാത്തിനും സ്റ്റാറ്റസ് ഇടുവല്ലോ. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാ. നബിതങ്ങളും സ്വഹാബത്തും ഇങ്ങനെ പോയപ്പോ ജുഹുഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ താമസിച്ചു. ആ സമയത്ത് മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു, ഒരു സഹാബിയ, ഈ സഹൽ റളിയല്ലാഹു തആല അൻഹു നല്ല ബോഡിയായി, ചങ്ങാതിക്ക് ജിമ്മന, പച്ച മലയാളത്തിൽ പറഞ്ഞ നല്ല ജിമ്മ ശരീരമാ, കാണാൻ വല്ലാത്ത സൗന്ദര്യമാ. ഈ സഹൽ റളിയല്ലാഹു തആല അൻഹു കുളിക്കുന്നതിന് വേണ്ടി വസ്ത്രം ഊരി, കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് ഇങ്ങനെ ഊരി. ഈ ഡ്രസ്സ് ഇങ്ങനെ ഊരിയപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു, ഈ സഹാബി, ഈ ബോഡി എല്ലാം കണ്ടിട്ട് പറഞ്ഞു, എന്തൊരു ശരീരവാ, അല്ലാഹ് ഞാൻ ഇങ്ങനൊരു ശരീരം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രേ പറഞ്ഞുള്ളൂ. മഹാനായ സഹൽ തങ്ങളുടെ ശരീരം കണ്ടപ്പോ ആമിർ തങ്ങൾ, വല്ലാഹി സത്യം, ഇങ്ങനൊരു ശരീരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പറഞ്ഞു തീരേണ്ട താമസം മഹാനായ സഹൽ തങ്ങൾ ബോധം കെട്ട് താഴെ വീണു. ബോധം കെട്ട് താഴെ വീണു. സഹാബത്തിന് അറിയില്ല, ഓടിച്ചെന്നു. ബോധം കെട്ട് കിടക്കുന്ന സഹൽ തങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നു. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബി ഇത് എന്താ നബിയെ, പെട്ടെന്ന് നിന്ന നിപ്പിന് വീണ് നബിയെ. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ, എന്താ പറ്റിയേ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, നബിയെ, ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നബിയെ. ആമിർ തങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിതങ്ങളുടെ മുഖം ചുമന്നു. ആമിർ തങ്ങളോട് ചോദിച്ചു, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് നബിയിന റസൂലുള്ളാഹി. ആ സഹാബി ചുമ്മാതെ പറഞ്ഞതാ, നശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു അത്ഭുതത്തിന്റെ ഒരു വാക്ക്. ആ സഹാബി അങ്ങനെ പറഞ്ഞതാ. പക്ഷെ നിന്ന നിപ്പിന് വീണു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇങ്ങനെ ഫ്ലെക്സ് വെച്ചേക്ക, നിന്റെ പൊന്നുമോളുടെ സ്റ്റാറ്റസ് കണ്ടപ്പോ നിന്റെ അയൽവാസി, നിന്റെ കൂട്ടുകാരി ആയിഷ മോളോട് പറയുക,
നടന്നോ? നിനക്കൊക്കെ എന്തുവാ, നിന്നെയൊക്കെ പോറ്റി വളർത്തിയിട്ട് ഒരു കാര്യമില്ല. ഖദീജയുടെ മോളെ കണ്ടോ, മുഴുവനും A+. എന്തൊരു ബുദ്ധിയാന്നറിയാവക്ക്, നീ മന്ദബുദ്ധിയാ. കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നീ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉസ്താദേ എന്റെ മോള് പഠിക്കാനിരിക്കുമ്പോ ഉറക്കം വരുന്നു ഉസ്താദേ. എന്റെ മുഴുവനും A+ വാങ്ങിച്ച മകള് പഠിക്കാനിരിക്കുമ്പോ ഉറക്കം വരുന്നു. അവൾക്ക് ഓർമ്മ നിൽക്കുന്നില്ല ഉസ്താദേ. എന്ത് പറ്റി? ഫ്ലക്സ് വെച്ചപ്പോ നീ ഇത് ചിന്തിക്കണമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറല്ല ഈമാൻ തരുമാറാകട്ടെ. നാട്ടുകാർ മുഴുവനും കാണാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണം. എല്ലാം പറയാൻ പാടില്ല. നീ വീട് വെച്ചു അൽഹംദുലില്ലാ, അല്ലാഹ് ചെയ്ത നിഅമത്ത്. വീട് വെച്ചത് മാത്രമല്ല, കക്കൂസ് കൂടെ കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നീ അതിന്റെ വീഡിയോ വരെ ഇട്ടേനെ. എടാ, വീടിന്റെ ഗേറ്റ് മുതൽ കേറി അടുക്കള, ബെഡ്റൂം, ബാത്റൂം, സർവ്വതും നിന്റെ മൊബൈലിന്റെ സ്റ്റാറ്റസിൽ കാണാം. നാട്ടുകാർ മുഴുവനും കാണണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട് അതിനകത്ത്? ഇപ്പൊ അതിനകത്ത് സമാധാനം ഉണ്ടോ? എങ്ങനെ സമാധാനം കിട്ടാൻ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ രണ്ടാമത്തെ കണ്ണ് അത്ഭുതത്തിന്റെ കണ്ണാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ എന്റെ കുഞ്ഞിന് ഇത്തിരി സൗന്ദര്യമുണ്ട്, വെളിവിടാതിരിക്കാൻ പറ്റുമോ? എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹസനും ഹുസൈൻ എന്ന് പറയുന്ന കൊച്ചുമക്കൾ രണ്ടിനും ഗ്ലാമർ കൂടുതലാ. ഈ രണ്ടു മക്കളെ പുറത്തു വിടുമ്പോ ഫാത്തിമ ബീവിക്ക് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഇത് തലയിൽ ഊതിയിട്ട് വേണം പുറത്തു വിടാൻ. എവിടെ വേണമെങ്കിലും വിട്ടോ, നിങ്ങളുടെ മക്കളെ കല്യാണ വീട്ടിലോ ഫംഗ്ഷനുകളിലോ എവിടെ വേണമെങ്കിലും വിട്ടോ. പക്ഷെ വിടുന്നതിന് മുമ്പ് നബിതങ്ങൾ ഫാത്തിമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ദുആ ഓതി തലയിൽ ഊതണം. ആ ദുആ ഓതി തലയിൽ ഊതിയിട്ട് വേണം മക്കളെ പുറത്തുവിടാൻ. അപ്പൊ പിന്നെ കണ്ണേറ് ബാധിക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മൂന്നാമത്തെ കണ്ണ് ഐനുൻ ഖാത്തിൽ, കൊന്നുകളയുന്ന കണ്ണ. മൂന്നാമത്തെ കണ്ണെന്ന് പറയുന്നത് മനുഷ്യനെ കൊന്നുകളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കൊന്നുകളയുന്ന കണ്ണടോ, മനുഷ്യനെ കൊന്നുകളയുന്ന കണ്ണ്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്തൊരു വാഴയാ അല്ലാ, എന്ത് കൊലച്ച് നിൽക്കണ. ആ വാഴ നിന്നതിന്റെ അടയാളം പോലും കാണൂലടോ, അതിന്റെ അടയാളം പോലും കാണൂല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ, ഞാൻ ഒരിക്കൽ എപ്പോഴും പറയും, ഞാനിങ്ങനെ പെരുന്നാളിന്, വലിയ പെരുന്നാളിന് ഒളുഹിയത്ത് മൃഗത്തെ വാങ്ങാൻ വേണ്ടി ഒരു അച്ചായന്റെ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോ ഒരു നല്ല പോത്തിനെ മാറ്റി കെട്ടി നിർത്തിയിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയെന്നറിയോ, കാട്ടുപോത്തിനെ പോലെ ഇരിക്കുന്നുണ്ടത്. അപ്പൊ ചോദിച്ചു, അച്ഛാ അത് ഒളുഹിയത്തിന് പറ്റൂലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അതിന്റെ വാല് പോയി ഉസ്താദ് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ സൂക്ഷിക്കണ്ട അച്ഛാ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞൊരു മറുപടി, ഇതിനെ നോക്കാൻ നിങ്ങളുടെ ഒരു കാക്ക വന്ന ഒരു മുസ്ലിമായ ഒരു സഹോദരൻ ഇതിനെ നോക്കാൻ വന്നിങ്ങനെ നോക്കിയിട്ട് വില പറഞ്ഞു. കച്ചവടം ശരിയായില്ല. ഇവൻ തിരിച്ചു പോകുന്ന സമയത്ത് അച്ചായനോട് പറഞ്ഞു, വല്ലാത്ത ഒരു വാല അയച്ചാന്ന്. അങ്ങനെ ആ പോത്ത് കച്ചവടം മുടങ്ങി തിരിച്ചു പോയപ്പോ ഈ ചങ്ങാതി പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാത്ത വാല കേട്ടോ, എന്ത് രസമാണെന്ന്. പിറ്റേ ദിവസം അതിങ്ങനെ വാലിട്ടടിച്ചപ്പോ എവിടോ കൊണ്ടിട്ടൊന്നും മുറിഞ്ഞു. പിന്നെ കാക്ക വന്ന് കൊത്തി ആ വാല് തന്നെ പോയി. അള്ളാഹു കാക്കമാറാകട്ടെ. ഇതാ മനുഷ്യന്റെ വാക്ക്. നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ചാവാൻ പോകുന്നോടാന്ന് ബൈക്കിൽ പോയവരോട് ചോദിച്ചതാ, പിന്നെ ഓടേതാ എടുക്കട്ടെ. അള്ളാഹു കാക്കമാറാകട്ടെ. നമ്മുടെ നാവ്, എടോ, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിനക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നീ തന്നെ പറയാൻ പാടില്ല. ഇപ്പൊ രാത്രി വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് മുഖം കഴുകാൻ പോയപ്പോ അല്ല ചുമന്നോ, അല്ല തടിച്ചോ, പറഞ്ഞേക്കല്ലേ. നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്കറിയില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളും എല്ലാരോടും പറയാൻ കുറച്ചൊക്കെ മറച്ചു വെക്കണം. അതുകൊണ്ടാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. നബിതങ്ങൾ പഠിപ്പിച്ചെന്ന് ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സുഖമാണോ? ആന്ന്. കച്ചവടമൊക്കെ ഉണ്ടോ? എടാ, നമ്മൾ ഒരാള് സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാ പറയണ്ടേ? അൽഹംദുലില്ലാ അതേ പറയാവൂ. കച്ചവടം ഉണ്ടോ? അൽഹംദുലില്ലാ. സന്തോഷമുള്ള അൽഹംദുലില്ലാ. എന്ത് ചോദിച്ചാലും അൽഹംദുലില്ലാ. ആ ഒരു അൽഹംദുലില്ലാ പറയുന്നത് കൊണ്ട് നിനക്ക് പ്രയോജനമേ ഉള്ളൂ. മറിച്ച് നീ ഏറെന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോൾ നിനക്ക് പണി കിട്ടും. നിനക്ക് എന്തിനാ ഗൾഫിൽ പോകുന്നേ? ചെറിയൊരു കടയുണ്ട്, നല്ല വരുമാനമുണ്ട്, എന്തിനാ ഗൾഫിലൊക്കെ പോകുന്നേ? നിന്നോട് ചോദിച്ചോ അവൻ? നിനക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നീ പത്രത്തിൽ കൊടുത്തതുപോലെ പറഞ്ഞുകൊണ്ട് നടക്കുകയാ. ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മൾ വളരെ സൂക്ഷിക്കണം.
മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്ത നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്ത. ആ മക്കൾക്ക് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്, ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ഈ ദീൻ ബോധമില്ലാതെ വരുമ്പോൾ അവസ്ഥ എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നു. ഇന്ന് കളിയും തമാശകളും എല്ലാം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയില. ദീനില്ലാതെ പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനുള്ള മക്കളാകണം. അള്ളാഹു നമ്മുടെ മക്കളെ ദീനുള്ള മക്കളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ദീനുള്ള മക്കളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തെല്ലാം ദീൻ അനുസരിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഖുർആൻ പറഞ്ഞതാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഞാൻ നിർത്തുകയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാലും നീ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, നീ ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാലും നീ എന്തായാലും മരിക്കും. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. എന്തായാലും നമ്മളെല്ലാവരും മരിക്കും. മരിക്കുന്ന സമയം നമ്മൾ ഈമാനോടുകൂടി വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണെന്ന്. എൻ്റെ ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വഅദ് പറയാൻ കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ ഇത്രയും ജീവിതത്തിൽ എത്രയോ വഅദ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വഅദ് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയ ഒരു നിമിഷം. ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് പയ്യന്നൂർ സ്ഥലത്ത് വഅദിന് വേണ്ടി വന്നു. വഅദിന് സ്റ്റേജിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അറ്റാക്ക് വന്നു മരിച്ചു എന്ന വാർത്ത ഞാൻ കേട്ടത്. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ സംഘാടകർ ഉൾപ്പെടെ പറഞ്ഞു, ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വഅദ് പറഞ്ഞിട്ടേ പോകൂ. അന്ന് പയ്യന്നൂർ വെച്ച് വഅദ് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ദുആയും ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. മറക്കാൻ കഴിയാത്ത ഒരു ദിവസം, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അള്ളാഹു ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എൻ്റെ ഇക്കാടെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രണ്ടാമത്തെ ദിവസം ഇന്നാണ്. ഇന്നും കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാൻ വഅദിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിന്റെ തൊട്ടുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇന്ന് വഅദിന് കയറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വഅദിന് കയറിയത്. എന്നോട് സംഘാടകർ ചോദിച്ചു, ഉസ്താദേ എന്ത് വേണം? ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഅദ് പറയും ഇൻഷാ അല്ലാഹ്. മരിച്ച വീട്ടിൽ കയറണോ? ഞാൻ അപ്പോഴും പറഞ്ഞു കയറണം. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോണിലെടുത്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇന്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉമ്മാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്. ഇന്നലെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ വന്നേ. ഞാൻ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു തോന്നൽ, ഉമ്മാനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എൻ്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ. എനിക്കത് കേട്ടപ്പോ, ആ മരണ വാർത്ത കേട്ടപ്പോ എല്ലാരും എൻ്റെ മുഖത്ത് നോക്കി. എല്ലാവരും എൻ്റെ കൂടെ നിന്നവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി, ഞാൻ കരയുന്നുണ്ടോ എന്ന്, എനിക്ക് സങ്കടമുണ്ടോ എന്ന്. എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് എൻ്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഏതൊരു മനുഷ്യനും ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹ് എൻ്റെ ഉമ്മാന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശ്രമിക്കടോ. വെറുതെ കിട്ടൂല. കാരണം എൻ്റെ വീട്ടിൽ ഏത് കാര്യത്തിന് ഞാൻ ഉണ്ടാകില്ല. എൻ്റെ വാപ്പാടെ ആണ്ടിന് പോലും ഞാൻ വീട്ടിലുണ്ടാകില്ല. പക്ഷെ ഈ അടുത്ത സമയത്ത് എൻ്റെ ഉമ്മ 2 ആഴ്ചയായി സുഖമില്ലാതെ ഐസിയുവിൽ കിടന്നപ്പോൾ ഉമ്മാടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഞാനാ. ഇന്നലെയും ഉമ്മാന്റെ അടുക്ക പോയി ഭക്ഷണം വാരി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചുമ്മനവും കൊടുത്ത് സ്നേഹത്തോടെ ഇറങ്ങി വന്ന ആളാ. അപ്പൊ അതുകൊണ്ട് ഉമ്മാന് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും ഉമ്മ. കാരണം അള്ളാഹു നിങ്ങൾക്ക് 8 മക്കളെ തന്നു. 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എല്ലാത്തിനെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ?
എല്ലാ മക്കളെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫുലീങ്ങളാക്കിയില്ലേ, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് 39 വയസ്സുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഉമ്മ എടാ എന്ന് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഐസിയുവിനകത്ത് കിടന്നപ്പോഴാ. ഉമ്മായിക്ക് അതിനകത്ത് കിടന്നിട്ട് ദേഷ്യം വന്നിട്ട് എടാ പോയി ബില്ലടക്കടാ, എന്നെ എടുത്തോണ്ട് പോടെ, എടാ എന്ന് വിളിച്ചത് ആദ്യമായിട്ടാ. എനിക്കന്ന് അത്ഭുതമായിരുന്നു. അത്രയും പാവമായ ആ ഉമ്മയ്ക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം ഒരു നല്ല മരണം കൊടുത്തു. സിറാജ്, ഞാൻ ഇത് പറഞ്ഞത് എൻ്റെ ഉമ്മായിക്ക് അള്ളാഹു നല്ല മരണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മളും അതുപോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്കും നല്ല മരണം ലഭിക്കുമ്പോഴാ, നമുക്കും നല്ല മരണം ലഭിക്കുമ്പോ, മരണമെന്ന് പറയുമ്പോ എല്ലാരും ഉസ്താദന്മാരോട് പറയും, ഉസ്താദെ ആക്കിബത്ത് നന്നാകാൻ ദുആ ചെയ്യണം. നിനക്കറിയോ ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും? എടോ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയോ? നീ പഠിക്കണം നല്ല മരണം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരിയുണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഈ 15 കാര്യമാണ് ഒരു നല്ല മരണത്തിന്റെ അടയാളം. ഈ 15 കാര്യം കിഴിക്കൊണ്ടപ്പോഴാ അത് നല്ല മരണം എന്ന് പറയാ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ വേണ്ടി ഉസ്താദെ ദുആ ചെയ്യണമെന്ന് ഞാനും നിങ്ങളും പറയണേ. എന്ത് യോഗ്യതയാണോ നമുക്കുള്ളത്, എന്തർഹതയാ നമുക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നല്ല മരണം വെറുതെ കിട്ടില്ല, നല്ല മരണം വെറുതെ കിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ പോയി കുളിച്ചു ഒരുങ്ങിയിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കഫം തുണിയും എടുത്തുകൊണ്ട് റൂമിന്റെ അകത്ത് കടന്നു വന്നു. റൂമിന്റെ അകത്ത് കടന്നു വന്നിട്ട് മരിക്കാൻ തയ്യാറായി ഇങ്ങനെ കിടക്കുമ്പോ തന്റെ ഭാര്യ ഫാത്തിമാനെ അടുത്ത് വിളിച്ചു, ഫാത്തിമ ഇങ്ങ് വരാൻ. തന്റെ പ്രിയപ്പെട്ട ഫാത്തിമാൻ അടുത്ത് വിളിച്ചിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഞാൻ മരിക്കാൻ പോവാ, നീ എനിക്ക് പൊരുത്തം തരണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞു. ഫാത്തിമയുടെ കണ്ണ് നിറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട വസിയ്യത്തൊക്കെ കൊടുത്തു. സമയം താമസിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാ, കാരണം ഭർത്താവ് മരിക്കാൻ പോവാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, എന്നാ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടച്ചേക്ക്, എങ്കിലും നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടച്ചേക്ക്. ഫാത്തിമ ചോദിച്ചു, എന്തിനാ എന്നെ പുറത്താക്കുന്നേ? നിങ്ങൾ മരിക്കാൻ പോകുന്ന സമയം, ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയല്ലേ, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ട സമയമല്ലേ? എന്തിനാ എന്നെ റൂമിന്റെ പുറത്തേക്ക് പോകാൻ പറയുന്നത്? ആ സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, മനുഷ്യനും ജിന്നുകളും അല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഫാത്തിമ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വെറുപ്പുള്ളത് കൊണ്ടല്ല. നീ വെളിയിലിറങ്ങ്, വാതിലടയ്ക്കു ഫാത്തിമ. സ്നേഹമുണ്ടെങ്കിൽ പുറത്തിറങ്ങു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഫാത്തിമ മനസ്സില്ല മനസ്സോടെ വെളിയിലിറങ്ങി, വാതിലടച്ചു പെങ്ങള്, വാതിലടച്ചു വാപ്പാ. കണ്ണ് നിറയുകയാണ്, കാരണം ഭർത്താവ് റൂമിന്റെ അകത്ത് മരണത്തോട് മല്ലടിക്കുകയാണ്. ഭാര്യ വാതിലടച്ചിട്ട് പുറത്തു നിൽക്കുകയാണ്. റബ്ബേ, ഫാത്തിമ ചിന്തിക്കുന്നു, അല്ലാ, ആരാ അല്ലാ, എന്റെ ഭർത്താവിനെ കാണാൻ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ.
ആരോ ഭർത്താവിനെ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ. ആരാണ് പടച്ചവനെ കാണാൻ വരുന്നത്? ഫാത്തിമ ഒളിഞ്ഞു നോക്കി. പെങ്ങള് അടച്ചിട്ടിരിക്കുന്ന വാതിലിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന മലക്കുകളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സലാം പറയുകയാണ്. അവിടുന്ന് സ്വീകരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കാബുലുൽ അർവാഹ് വന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ കണ്ടടങ്ങളെ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തായാലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാ. അല്ലാഹുവേ, എങ്ങനെയാണ് റബ്ബേ മരിക്കുന്നത്? എങ്ങനെയാണ് റബ്ബേ? കാണാനുള്ള ആഗ്രഹം കൊണ്ട് അടച്ചിട്ടിരുന്ന വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു. വാപ്പാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. നിസ്കാരപ്പായിലിരുന്നിട്ടല്ല, മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നപ്പോ അവിടുന്ന് ഖുർആൻ ഓതുകയാണ്. സാധാരണ ആയത്തല്ല ഓതിയത്, സാധാരണ ആയത്തല്ല ഓതിയത്. ഓതിയ ആയത്തേതെന്നറിയുവോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ, തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് അവിടുന്ന് ഓതുകയാണ്. വാതിലിന്റെ ഇടയിലൂടെ തന്റെ പ്രിയപ്പെട്ടവൾ ഒളിഞ്ഞു നോക്കുന്നത് കാണുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കാണുകയാണ്. ആ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടൂല, നല്ല മരണം വെറുതെ കിട്ടൂല. ആർക്കാളല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്നറിയോ? വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ, അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ, പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. പെങ്ങളെ, അല്ലാഹനെ പേടിച്ച് ജീവിക്കൂ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ ഉപ്പമാരോട് പറയുകയാ, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട്, എല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, നിനക്ക് ഞാൻ നല്ല മരണം തരാ. നിന്റെ രഹസ്യത്തിലും നിന്റെ പരസ്യത്തിലും ഏത് കാര്യത്തിലും നീ അല്ലാഹുവിനെ ഭയക്കുന്നവളാകോ. എല്ലാരോടും പറയുന്നു, അല്ലാഹനെ ഭയന്ന് ജീവിക്കൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറയുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂമിന്റെ അകത്തനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്നു. റൂമിന്റെ അകത്തേക്ക് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയോ, എന്തൊരു സുഗന്ധമെന്നറിയോ. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റിയപ്പോ എന്തൊരു പ്രകാശമെന്നറിയോ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തെന്ത് പ്രകാശമെന്നറിയോ. എന്തൊരു ചിരിയാണെന്നറിയോ, എന്തൊരു ചിരിയാണെന്നറിയോ. കണ്ടവര് പറഞ്ഞു, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. കണ്ടവര് പറഞ്ഞു, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് അവസാനമായിട്ട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ
വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറാ. ഇന്ന് വാശിയാടോ, എവിടെ നോക്കിയാലും പടച്ചവനെ വലിയ വലിയ ഫ്ലെക്സുകളാണ്. ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി മത്സരത്തിന്റെ ഫ്ലെക്സ് വെക്കുന്ന ചെറുപ്പക്കാരാ, എന്തെങ്കിലും പറഞ്ഞാ തമ്മിലടിക്കുന്നവരല്ലേ. വാശിയല്ലേടാ മോനെ, എല്ലാവർക്കും വാശിയല്ലേ, പരാജയപ്പെടുത്താനുള്ള മനസ്സല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, വാശി കാണിക്കേണ്ടത് അതിനല്ലടാ ചെറുപ്പക്കാരാ. ഇവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമിനോടും പറയുകയാ, നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിലോ, നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിലോ, ചങ്കൂറ്റമുണ്ടെങ്കിലോ പാരതാ നീ പ്രതികാരം ചെയ്യണം. ആരോടാണ് പ്രതികാരം ചെയ്യേണ്ടത്? ആരോടാണ് പ്രതികാരം ചെയ്യേണ്ടത്? അതാ കവി പറയുകയാ, അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. പെങ്ങളെ, പ്രസവത്തിനു മരണവേദനയാണ്. ഏതു വേദന സഹിച്ചിട്ടാണ് നീ പ്രസവിച്ചതെങ്കിലും എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ കുഞ്ഞിനെ നീ ആദ്യമായിട്ട് കണ്ടപ്പോ ചിരിച്ചില്ലേ ഉമ്മ? സ്വന്തം മകനെ കണ്ടപ്പോ എത്ര വേദന സഹിച്ചവളാണെങ്കിലും നീ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവളാ. അതാ ലേബർ റൂമിന്റെ ഫ്രണ്ടിലൂടെ ടെൻഷൻ അടിച്ച് കരഞ്ഞുകൊണ്ട് നടന്ന നീയോ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നിട്ട് നേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതാ മോനാ മോളാ കാണിച്ചപ്പോ ചിരിച്ചില്ലേ വാപ്പാ? എല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചടോ. ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. എടാ ചെറുപ്പക്കാരാ, നീ കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് നോക്കി നിന്റെ ഉമ്മ ചിരിച്ചു, നിന്റെ വാപ്പ ചിരിച്ചു, നിന്നെ കണ്ടവരെല്ലാവരും ചിരിച്ചു, സാക്ഷാൽ ഇബ്ലീസ് പോലും ചിരിച്ചടാ. ആ സമയത്തു നീ കരഞ്ഞവനാട്. അതുകൊണ്ട് എന്റെ മുസ്ലിമിനോട് പറയുകയാ, നീ കരഞ്ഞപ്പ ചിരിച്ചവരോട് പ്രതികാരം ചെയ്യോ. നീ കരഞ്ഞപ്പ ചിരിച്ചവരോട് പ്രതികാരം ചെയ്യോ. അത് ഉമ്മാനെ ചവിട്ടി പുറത്താക്കിയിട്ടല്ല, വാപ്പാന്റെ നട്ടല് ചവിട്ടി ഒടിച്ചിട്ടല്ല. പിന്നെങ്ങനാ പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനാണ് പ്രതികാരം ചെയ്യേണ്ടതെന്നറിയോ? ഈ കാണുന്ന പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട് ചെറുപ്പക്കാരാ. ഈ നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ടാർപ്പ് കെട്ടുന്നു, കസേര നിരത്തുന്നു, ചൂടുവെള്ളം തയ്യാറാക്കുന്നു. അവസാനം നിന്നെ എടുത്തുകൊണ്ട് പോയി മലർത്തി കിടത്തുകയാണ്. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി, നജസ്സുകൾ കഴുകി വൃത്തിയാക്കി, നഖത്തിനടിയിൽ അഴുക്കുകൾ പോലും എടുത്തു കളഞ്ഞിട്ട് ആ ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് കുളിപ്പിക്കുകയാണ്. സുഗന്ധമിട്ട വെള്ളം ഒടിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ഒന്നുപടിപ്പിക്കുകയാണ്. തുടച്ചു വൃത്തിയാക്കുകയാണ്. അല്ലാ, അവസാനം 3 കഷ്ടം തുണിയിലോ ഒരു വെള്ള തുണിയിൽ പൊതിയുകയാണ്. കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാണ്. വീടിന്റെ അകത്ത് വല്ലാത്ത തിരക്കാണ്. എല്ലാരും ഒന്ന് മാറി നിൽക്കൂ, എല്ലാരും ഒന്ന് മാറി നിൽക്കൂ. മയ്യത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ. ഏത് തിരക്കുള്ള വീട്ടിലും ജനങ്ങൾ മുഴുവനും മാറുകയാണ്. എല്ലാവരും മാറി നിൽക്കുമ്പോ നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വന്നിട്ട് നിന്റെ ജനാസ കിടത്തുകയാ. അല്ലാ, ഒരു നാട് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമാണ്. അപ്പോഴാരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ.
അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അതാ മൂക്കിലേക്ക് പഞ്ഞി വെച്ചോ, ജനാസ പൊതിയുകയാണ്, ജനാസ പൊതിയുകയാണ്. എന്നിട്ട് അവസാനം നിന്നെ കാണാൻ അനുവാദം കൊടുക്കുകയാ. മോനെ, നിന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് വരുമടാ ചെറുപ്പക്കാരാ. നെഞ്ചുപൊട്ടുന്ന വേദനയോടെ നിന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. വീട്ടുകാർ മുഴുവനും കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, കൂടപ്പിറപ്പ് കരയുന്നുണ്ട്, കൂട്ടുകാർ നിലവിളിക്കുന്നുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും കരയുകയാണ്. വീടിന്റെ അകത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കുകയാണ്. അല്ലാഹുവേ, ആ ജനാസ എടുക്കാൻ സമയമാകുമ്പോ ആരോ പറയുന്നുണ്ട്, ഉമ്മാനെ ഒന്ന് കാണിക്കാൻ, ഉമ്മാനെ ഒന്ന് കാണിക്കാൻ, ഉപ്പാനെ ഒന്ന് കാണിക്കാൻ. നിന്റെ ഉമ്മാനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ്, നിന്റെ ഉപ്പാനെ താങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ്. നിന്റെ ജനാസ കാണാൻ റബ്ബേ, ആ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ചിരിക്കണമടാ ചെറുപ്പക്കാരാ. വജ്ഹദിലി നഫ്സിക വജ്ഹദിലി നഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഉമ്മ വല്ലാതെ കരയുന്നുണ്ട്, ഉപ്പ കരയുന്നുണ്ട്, കൂടപ്പുറപ്പ് കരയുന്നുണ്ട്. എല്ലാരും കരയുമ്പോ ചോദിക്കണം, ഞാൻ കരഞ്ഞപ്പോ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ഞാൻ കരഞ്ഞപ്പോ നിങ്ങളൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഇന്ന് നിങ്ങളെല്ലാരും കരയുന്നു, എൻ്റെ മുഖത്ത് നോക്ക്. എന്തൊരു പ്രകാശം, എന്തൊരു പുഞ്ചിരി. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മരണം നൽകണേ അല്ലാ, അങ്ങനെയുള്ള ഒരു മരണം നൽകണേ അല്ലാ. മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എന്നും മയ്യത്ത് കാണുന്നവര് പറയുന്ന ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ ഉമ്മായ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ ഇന്ന് വഅദ് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, എനിക്ക് എൻ്റെ ഉമ്മാന് കൊടുക്കാൻ, എല്ലാവരും ഉമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല സമ്മാനം എനിക്ക് കൊടുക്കണം. എല്ലാവരും എൻ്റെ ഉമ്മച്ചിക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് വഅദ് പറയാൻ കയറിയത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കണ എല്ലാവരും എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഒരു യാസീൻ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി നിങ്ങൾക്ക് നാളെ ഖബറടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒരു യാസീൻ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു യാസീൻ ഇനി ഓതാൻ സമയമില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഫാത്തിഹ ഇലാ ഹദറത്ത് റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഈ സദസ്സിലിരിക്കുന്ന ആലിമീങ്ങളെ, ഉഖ്റബിയായ ആലിമീങ്ങളിൽ നീ പെടുത്തണേ പടച്ചവനെ. അല്ലാഹു അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഈ പരിപാടിയുടെ സംഘാടകർ നീ അവരെ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. ഈ ഉറൂസ് കമ്മിറ്റിയെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു വിശിഷ്ട അതിഥികളായി കടന്നു വന്ന എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹു ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഉപ്പമാര്, അവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നല്ല മരണവും കൊടുക്കണേ തമ്പുരാനെ. ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ ചെറുപ്പക്കാർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. വിദ്യാർത്ഥികൾ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. അല്ലാഹുവിൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ല റഹ്മാനെ. ഒരുപാട് വേദന സഹിച്ചവരാ, നീ അവരെ വേദനിപ്പിക്കല്ല റബ്ബേ, അറുത്തുമുറിക്കല്ല റബ്ബേ, കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആരൊക്കെ പരിശ്രമിക്കുന്നു എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ പടച്ചവനെ. ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ പടച്ചവനെ. ഭക്ഷണം തന്ന കുടുംബം നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, 2 മരണ വീട്ടിൽ കയറി നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ദുആയെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ വിധിക്ക് മുന്നിൽ
തല താഴ്ത്തി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹുവേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാൻ്റെ പൊരുത്തം നൽകണേ പടച്ചവരെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആരെല്ലാം പരിശ്രമിക്കുന്നുണ്ടോ നീ അവർക്കൊക്കെ നല്ല മരണം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ മഹാനവറുകളുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഇവിടുത്തെ സ്നേഹം നൽകണേ അല്ലാഹ്. ഇവിടുത്തെ കാവല് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് പേര് ഉസ്താദെ ദുആ ചെയ്യണം. എന്നെ കൊണ്ടുവന്ന സഹോദരൻ ഉൾപ്പെടെ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. ഉസ്താദെ ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, 15 ദിവസമായി. ഇങ്ങനെ ഒരുപാട് പേര് വയ്യാതെ നടക്കാൻ പോലും നല്ലപോലെ കഴിയാത്ത പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുതഅല്ലിമീങ്ങളായ മക്കൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശബ്ദം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, എൻ്റെ ജ്യേഷ്ഠൻ, ഭാര്യ, പിതാവ് ഉൾപ്പെടെ അല്ലാഹുവിൻ്റെയൊക്കെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ശാരീരികമായി ചില പ്രയാസങ്ങളും രോഗങ്ങളുമുണ്ട്. കരുണക്കടലായ പടച്ച റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.